കോണ്ടൻ്റൊക്കെ ഡെപ്തിൽ പഠിച്ചിട്ടുള്ള കോച്ചസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഗൈഡ് ടോക്കിൽ പോകുമ്പം അത് സ്വാഭാവികമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യൽ. പൊതുവേ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. എനിവേ ലെറ്റ് സി. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ GTയിലെ പ്രധാനപ്പെട്ട വിഷയം ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ സിയാസ് വന്നിട്ട് ഇൻട്രോ ടോക്കിൽ വെൽത്തിൻ്റെ IQ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തുടങ്ങി വെച്ചു. പിന്നെ ഞാനത് വന്നപ്പോൾ അതിൻ്റെ SQ എനിക്ക് കുറച്ചുകൂടി താല്പര്യമുള്ള ഏരിയ ഇതിൻ്റെയൊക്കെ സ്പിരിച്വൽ കോഷ്യൻറ്റും ഇമോഷണൽ കോഷ്യൻറ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വെൽത്ത് ക്രിയേഷൻ എന്നുള്ളൊരു സംഭവത്തെ പറ്റിയിട്ട് ചെറിയൊരു ഡിസ്കഷനായി. അപ്പോൾ അവിടെ ഈ SQ ആണെങ്കിലും സ്പിരിച്വൽ കോഷ്യൻ്റ് ആണെങ്കിലും ഇമോഷണൽ കോഷ്യൻ്റ് ആണെങ്കിലും ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആണെങ്കിലും ഇനിയും കുറേ കോഷ്യൻറ്റുകളുണ്ട്. അഡ്വേഴ്സിറ്റി കോഷ്യൻ്റ്, ക്രിട്ടിക്കൽ കോഷ്യൻ്റ്, അങ്ങനെ പല കോഷ്യൻറ്റുകളുണ്ട്. ഇതൊക്കെ ആക്ച്വലി എവിടുന്നാണ് നമ്മൾ ഈ സ്പിരിച്വൽ കോഷ്യൻ്റ് പറഞ്ഞ പല കോഷ്യൻറ്റുകളും എക്സ്പ്ലോർ ചെയ്യണേ ചോദിച്ചാൽ ആക്ച്വലി ഈ സ്പിരിച്വൽ വേൾഡിൻ്റെയും ഫിസിക്കൽ വേൾഡിൻ്റെയും ഇടയിലുള്ള ബ്രിഡ്ജാണ് മെൻ്റൽ വേൾഡ്. റൈറ്റ്. നമ്മളെ മൈൻഡ് തിയറിയിൽ പറഞ്ഞൊരു കാര്യം എന്താണ്? ഏതൊരു കാര്യവും ഭൗതിക യാഥാർത്ഥ്യത്തിലേക്ക് ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം അത് എവിടെ ക്രിയേറ്റ് ചെയ്യണം? നോൺ ഫിസിക്കൽ അല്ലേ, അഭൗതിക തലത്തിൽ ആദ്യം അത് സൃഷ്ടിക്കുന്നു, പിന്നീടാണ് അത് എന്ത് ചെയ്യണത് ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 2 റിയാലിറ്റി ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. എല്ലാ കാര്യങ്ങൾക്കും നോൺ ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട്, ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട്. ഈ നോൺ ഫിസിക്കൽ നിന്നും ഫിസിക്കലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്ന ബ്രിഡ്ജാണ് മെൻ്റൽ റിയാലിറ്റി. ഒരു കാര്യം അഭൗതിക തലത്തിൽ നിന്നും, അഭൗതിക തലം എന്ന് പറയുമ്പോൾ ദൈവിക തലം, പ്രാർത്ഥിക്കുന്നു, ദൈവം ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ കൂടി ദൈവം ഒരാൾക്കൊരു സംഭവം ഉദ്ദേശിക്കുന്നു, കൊടുക്കുന്നു. പക്ഷേ ഈ അഭൗതിക തലത്തിൽ ഹെവൻലി റെലമിൽ നിന്നും എനർജി റെലമിൽ നിന്നും ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് ഒരു സംഭവം വരുമ്പം ഇതിൻ്റെ ഇടയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒന്നുകിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ ചോദിച്ചിട്ടോ ഒന്നുമില്ല, പക്ഷേ ദൈവമായിട്ട് നമുക്ക് സ്നേഹം കൊണ്ട് ഇങ്ങ് തരാം. അങ്ങനെ തരുന്ന കാര്യമാണെങ്കിൽ കൂടി അത് നമ്മളിലേക്ക് എത്താനും നമ്മൾ അതിലേക്ക് എത്താനും നമ്മുടെ മൈൻഡാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ശരിയാണോ? ഇപ്പം ഞാൻ ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ എനിക്ക് ഇന്ന സംഭവം കിട്ടണം, ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു ഡിവൈൻ ടൈമിങ്ങിൽ. അപ്പോൾ ഞാൻ അവിടെ എത്തണമെങ്കിൽ എൻ്റെ മനസ്സിനെ അതിനു വേണ്ടി പാകപ്പെടുത്തിയെടുക്കും. ചിന്തകളിട്ട് തന്നിട്ട് പെട്ടെന്ന് തോന്നാണ് അവിടെ നിന്ന് പോയാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തകളിട്ടിട്ട് ഇതെനിക്ക് വേണം, ഞാനൊന്ന് അവിടെ പോയി നോക്കട്ടെ എന്നൊക്കെ കരുതി പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ പ്രാർത്ഥിക്കാതെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വന്ന് ഭവിക്കാറുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ പറഞ്ഞാൽ ദൈവികമായിട്ടുള്ളതും ഇനി നേരെ തിരിച്ചിട്ട് മനുഷ്യ മനസ്സിനെ ദൈവത്തിനും സ്വാധീനിക്കാൻ പറ്റും, അതുപോലെ തന്നെ പൈശാചിക ചിന്തകൾക്കും സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ പൈശാചികമായിട്ട് ഒരു കാര്യം നമ്മളിൽ സംഭവിക്കണമെങ്കിലും സ്വാധീനിക്കേണ്ടത് നമ്മളെ മനസ്സിനെ തന്നെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം നോൺ ഫിസിക്കൽ റിയാലിറ്റിയിലായിരിക്കും. എന്ത് സംഭവം ഫിസിക്കൽ ഭൗതിക യാഥാർത്ഥ്യത്തിൽ വരുന്നതിന് മുന്നേ തന്നെ അഭൗതിക യാഥാർത്ഥ്യത്തിലുണ്ടായിരിക്കും. ഇത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ സ്പിരിച്വാലിറ്റി ഒക്കെ പഠിക്കാതെ തന്നെ, സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ തന്നെ ബേസിക്കലി നമ്മളെ പഠിച്ചാൽ, ഇപ്പോൾ ഇന്നലെ റൂമിനേറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാണുമ്പോഴും കാണേണ്ട പോലെ കാണണമെങ്കിൽ ജസ്റ്റ് ഫിസിക്കൽ റിയാലിറ്റി മാത്രം കണ്ടാൽ പോരാ. ഫിസിക്കലി ഒരു സംഭവം കാണുമ്പോൾ പോലും നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റാത്ത കുറേ റിയാലിറ്റി ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, ഇപ്പം എൻ്റെ മുന്നിൽ സാദിഖ് ഇങ്ങനെ ഇരിക്കുന്നത്, എപ്പോഴും സാദിഖ് തന്നെയാണ് ലേരാ, എന്തിനങ്ങനെ മുന്നിൽ വന്ന് വിടുന്നത്? ഓക്കെ, അപ്പം സാദിഖ് എല്ലാം മുന്നിൽ തന്നെ ഉണ്ടാവും ഇപ്പോൾ, അതാ രസം. അപ്പോൾ സാദിഖ് എൻ്റെ മുന്നിലിരിക്കുന്നു. അപ്പോൾ സാദിഖിനെ ഞാൻ അങ്ങനെ നോക്കുമ്പം ഫിസിക്കൽ റിയാലിറ്റിയിൽ എനിക്ക് സാദിഖിനെ അങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്? സാദിഖ് ഇങ്ങനെ ഒരുമാതിരി മുന്നിൽ തന്നെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണേ, അപ്പം എൻ്റെ മൂടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെന്തടേ ഇവൻ ഇങ്ങനെ എന്നെനിക്ക് ചിന്ത വരാം അല്ലേ? ഇതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കണേ. പക്ഷെ ഞാൻ ഫിസിക്കലി സാദിഖിനെ ഗ്ലൂമി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഫിസിക്കൽ കാണുന്നതിനപ്പുറത്തേക്ക് ഫിസിക്കലി സാദിഖ് ഗ്ലൂമി ആകുന്നതിന് പിറകിൽ നോൺ ഫിസിക്കലി കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ലേ? കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. കെമിക്കൽ ചേഞ്ചുകൾ നടക്കുന്നുണ്ടായിരിക്കും, തോട്ട്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇമോഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് സാദിഖിൻ്റെ വൈറ്റാലിറ്റി, എനർജി, ഇന്നലത്തെ സ്ലീപ്പ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടല്ലേ ഇപ്പോൾ സാദിഖ് എങ്ങനെ ഇരിക്കണം തീരുമാനിക്കണത്. പക്ഷേ ഞാനിപ്പോൾ സാദിഖിനെ ഇങ്ങനെയാണ് കാണുന്നത്, ഈ ഒരു ഫേസിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫിസിക്കൽ റിയാലിറ്റി. പക്ഷേ ഇതിന് പിറകിൽ സ്വാഭാവികമായിട്ടൊരു നോൺ ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട്. എല്ലാത്തിനും ഒരു നോൺ ഫിസിക്കൽ റിയാലിറ്റി ഉണ്ടായിരിക്കും. ഇത് ബേസിക്കലി നമ്മൾ വലിയ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെയാണ് സത്യം എങ്കിൽ നമ്മളതിനെ എലാബറേറ്റ് ചെയ്താൽ നമ്മുടെ എല്ലാ ട്രൂത്തും അങ്ങനെയാണ്, എല്ലാ ട്രൂത്തും അങ്ങനെ തന്നെ. ഈ കപ്പ് ഞാനെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫിസിക്കലി കപ്പ് ഇങ്ങനെയാണെങ്കിൽ കൂടി ഞാനിതിനെ ഇങ്ങനെ കാണുന്നു എന്നുള്ളൂ. പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് ഈ കാഴ്ചയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ വേറെ ലെൻസ് വെച്ച് നോക്കിയാൽ ഇതേ കപ്പിനെ ഇങ്ങനെയല്ല എനിക്ക് കാണാൻ പറ്റാം. കുറച്ചുകൂടി ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് അതിലൂടെ ഈ കപ്പ് നോക്കിയാൽ നമുക്കിതിനെ കപ്പായിട്ടേ തോന്നില്ല, വേറെന്തോ ആയിട്ടാണ് തോന്നുക. വേറൊരു എക്സാമ്പിൾ, എൻ്റെ കൈ
ഈ കൈ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും എൻ്റെ കൈ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൈ നോക്കിയാൽ നിങ്ങൾക്ക് കൈ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങളൊരു ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൈ മാറ്റിയേക്കും. കാരണം എന്താ, മൊത്തത്തിൽ കുറേ ബാക്ടീരിയകളും ടീംസൊക്കെ കിടന്ന് ഇങ്ങനെ കളിക്കേണ്ടത്. ഞാൻ രാവിലെ കുളിച്ചിട്ടൊക്കെയാണല്ലോ വന്നത്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം എന്തുണ്ടായിരിക്കും അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇതിൽ തന്നെ ഒറ്റ റിയാലിറ്റിക്ക് തന്നെ പല പല തലങ്ങളിൽ നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കാണേണ്ടത് കാണാം എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്കൊന്നിനെ കാണാൻ പറ്റും. ഇത് ഇന്നലെ ഞാൻ റൂമി നൈറ്റിൽ പറഞ്ഞിരുന്നു. ഇതേപോലെ തന്നെ ഇതിന് നമ്മൾ മാക്രോ ലെവലിൽ കുറച്ചുകൂടി യൂണിവേഴ്സലായിട്ട് നമ്മൾ ഇതിനെ പഠിക്കുക. ഇത്തരത്തിൽ നമ്മൾ ലൈഫിനെ നോക്കുകയാണെങ്കിൽ ഏതൊരു കാര്യം ഇവിടെ നടക്കുന്നതിന് പിറകിലും നമ്മളിങ്ങനെ ഫിസിക്കലി കാണുന്നതിനപ്പുറത്തേക്ക് അതിനൊരു നോൺ ഫിസിക്കൽ ഫോം ഉണ്ടായിരിക്കും. നോൺ ഫിസിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിന് തന്നെ അവിടെ തന്നെ ഒരു നോൺ ഫിസിക്കൽ ഫോം ഉണ്ടായിരിക്കും, അവിടെ നിൽക്കുന്നില്ല. ഇതിങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു നോൺ ഫിസിക്കൽ ഫോം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യരായിട്ട് കൈയും കാലും ഒക്കെ അല്ലേ ഇങ്ങനെയുണ്ട്, ഇതൊരു ഫിസിക്കൽ ഫോമാണ്. പക്ഷേ ഈ ഫിസിക്കൽ ഫോം നമുക്ക് ഉണ്ടാകുന്നതിന് മുന്നേ നമുക്കൊരു ഫോം ഉണ്ടായിരുന്നു. നമ്മൾ മെറ്റീരിയലായിട്ട് രക്തകഷ്ണമായിട്ട് വൂമ്പിൽ ഉണ്ടാകുന്നതിന് മുന്നേയും നമ്മൾ ഉണ്ടാവണം എന്നൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എവിടെയായിരുന്നു ചോദിച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ രക്തകഷ്ണമായിട്ട് വരുന്നതിന് മുന്നേ അച്ഛൻ്റെയും അമ്മയുടെയും ചിന്തകളിലായിരുന്നു ഞാൻ. ശരിയല്ലേ? ഒരു കുഞ്ഞ് വേണം എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. അതിനു മുന്നേ നോക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും കണ്ടുമുട്ടുന്നതിന് മുന്നേ അച്ഛൻ്റെ അച്ഛനും അമ്മയുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മയുടെ അമ്മയും ഇവരുടെ ഉള്ളിൽ എൻ്റെ കുട്ടിക്കൊരു കുട്ടി ഉണ്ടായി കാണണം എന്ന ചിന്തയിലും ഞാനുണ്ടായിരുന്നു. അത് ഞാനാണെന്ന് എനിക്കറിയുമായിരുന്നില്ല, അത് ഞാനാണെന്ന് എൻ്റെ അച്ഛനും അറിയുമായിരുന്നില്ല, അത് ഞാനാണാവാൻ പോണത് എൻ്റെ അച്ഛൻ്റെ അച്ഛനും അറിയുമായിരുന്നില്ല. ദാറ്റ് മീൻസ് ഒരു സംഭവം നമ്മൾ ഫിസിക്കലി ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതിലൊരു നോൺ ഫിസിക്കൽ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേയും എന്തുണ്ട്, നമുക്ക് നോൺ ഫിസിക്കൽ ഫോം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്താണ് ഭൗതിക തലത്തിൽ എന്നതിനപ്പുറത്തേക്ക് ഭൗതിക തലത്തിൽ വരുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു അഭൗതിക തലത്തിലുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ മുകളിലുള്ളവൻ ഇന്നൊരാൾ ഇന്ന സമയത്ത് ഈ ഭൂമിയിൽ എത്തണം തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അത് നമ്മളുടെ കൺട്രോളിലായിരുന്നില്ല, അത് നമ്മുടെ നോൺ ഫിസിക്കൽ എനർജി റിയാലിറ്റിയിലുള്ള ഡിവൈൻ ഡെസിഷനായിട്ട് തീരുമാനമായിട്ട് സൃഷ്ടാവിൻ്റെ ബിയിൽ നമ്മൾ നിൽക്കായിരുന്നു. സൃഷ്ടാവിൻ്റെ ബി കുൻ എന്നതിൽ നമ്മളായിരുന്നു എന്നുള്ളത്. സോ ഇത് നമ്മുടെ യാഥാർത്ഥ്യമാണെങ്കിൽ ഈ കപ്പിനും ഈ ഫോമിൽ വരുന്നതിന് മുന്നേ തന്നെ ഇതിനൊരു നോൺ ഫിസിക്കൽ ഫോം ഉണ്ടായിരുന്നു. അത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നാമത്തെ നോൺ ഫിസിക്കൽ ഫോം, ഈ കപ്പ് ഏത് കമ്പനിയാണ് ഉണ്ടാക്കുന്നത് ആ കമ്പനിയുടെ ഓണറുടെ ഉള്ളിലായിരിക്കും ഈ സൈസിലുള്ള ഒരു കപ്പ് ഉണ്ടാവണം. അപ്പോൾ അത് നോൺ ഫിസിക്കലാണ്. അതിനുശേഷമാണ് ഇത് ഫിസിക്കൽ ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ മെൻ്റൽ റിയാലിറ്റി അല്ലേ, മെൻ്റൽ റിയാലിറ്റിയിലേക്കും ഒരു സാധനം വരുന്നതിന് മുന്നേ എനർജി റിയാലിറ്റിയിൽ അതുണ്ടായിരിക്കും. കാരണം ഈ കപ്പ് ഇങ്ങനൊരു കപ്പ് ഡിസൈൻ ചെയ്യണമെന്ന് തോട്ട് ഒരാളുടെ മൈൻഡിൽ വരുന്നതോടുകൂടി കപ്പ് ഫിസിക്കലി ഉണ്ടായിട്ടില്ല, അയാളുടെ മൈൻഡിൽ ആശയമായിട്ടുണ്ടായി. എന്നാൽ അയാളുടെ മൈൻഡിലേക്ക് ആശയമായിട്ട് വരുന്നതിന് മുന്നേ ഈ കപ്പിൻ്റെ എനർജി ഈ യൂണിവേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ എനർജി അയാളുടെ മൈൻഡിലും വരുന്നതിന് മുന്നേ നോൺ ഫിസിക്കൽ ഫോമിൽ എനർജി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കപ്പിൻ്റെ എനർജിക്ക് ഇന്ന് ഈ സമയത്ത് ഈ യൂണിവേഴ്സിലെ ഈ പ്ലേസ് എടുക്കണം എന്നാണ് ഡിസൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എൻ്റെ മുന്നിൽ ഈ ടേബിളിൻ്റെ മുകളിൽ ഈ കപ്പ് ഇവിടെ എത്തണമെങ്കിൽ ഇതിൻ്റെ എനർജി ഫോമിന് നിർദ്ദേശമുണ്ട്. 2025 സെപ്റ്റംബർ 21 സമയം അവിടെ 7:37 വുഡീസ് ബ്ലഷർ ഹോട്ടൽ ഇന്ന റൂം. ആ റൂമിൽ ഈ ടേബിളിൻ്റെ മുകളിൽ എനർജി ആയിരിക്കുന്ന ഈ കപ്പ് ഈ ഫോമിൽ ഇവിടെ ഉണ്ടാവും. ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ ഈ കപ്പ് ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റുമോ? ഇല്ല. വേണമെങ്കിൽ സാധിക്കുക, വേണമെങ്കിൽ ഗൈഡ് കുടിച്ച കപ്പ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് വല്ല മ്യൂസിയത്തിലുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ കപ്പ് ഇവരെടുത്ത് ഒഴിവാക്കും, പൊട്ടും അല്ലേ, പൊടിയും. എന്നിട്ട് ചിലപ്പോൾ ഒരു കഷ്ണം മണ്ണിൻ്റെ കൂടെ പോകും, ഒരു കഷ്ണം വേറെ ഏതോ വേസ്റ്റിൻ്റെ കൂടെ പോകും. അപ്പോഴും ഇതിൻ്റെ എനർജി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed, it can be transformed from one form to another. ഈ കപ്പ് പലയിടങ്ങളിലായിട്ട് ഇതിൻ്റെ ഊർജ്ജ തലത്തിൽ പല ഫോമിലായിട്ട്, ചില ഭാഗത്ത് ഇതിൻ്റെ കഷ്ണം മാത്രമായിട്ടുണ്ടായിരിക്കും, ചിലയിടത്ത് പൊടിഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. സോ ഇതിനൊക്കെ ഒരു എനർജി ഫോം ഉണ്ട്. സോ എനർജി എന്ന് പറയുന്നത് പ്രീ എക്സിസ്റ്റിംഗ് പീരീഡിലുള്ളതാണ് എനർജി. അപ്പോൾ നമ്മൾ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സോൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളെ സോൾ എന്ന് പറഞ്ഞാൽ വളരെ ആൻഷ്യൻ്റാണ്. നമ്മുടെ ബോഡി മാത്രമേ എന്തുള്ളൂ, ന്യൂ ആയിട്ടുള്ളതുള്ളൂ. സോൾ എന്ന് പറഞ്ഞാൽ എത്രയോ മുന്നേ ഉണ്ട്. പെട്ടെന്നൊരു സോൾ നാളെ ഉണ്ടാക്കല്ല, അങ്ങനെയാണ്. നാളെ പെട്ടെന്നൊരു സോൾ ഉണ്ടായിട്ട് ഇനിയൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സോൾ വരട്ടെ, അങ്ങനെയല്ല. അവർ എനർജി വാസ് സോ ഏൻഷ്യൻറ്റ്, വളരെ ആൻഷ്യൻ്റാണ്. അപ്പോൾ നമ്മളൊക്കെ തന്തവൈബിന് അപ്പുറത്തുള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പം അത്രയും അപ്പുറത്ത് നമ്മുടെ എനർജി കിടക്കുന്നത്. അതുകൊണ്ടാണ്
ലൈഫ് ലോങ് വിസ്ഡം, പ്രപഞ്ചം തുടങ്ങിയത് മുതൽ പ്രപഞ്ചം അവസാനിക്കുന്നത് വരെ വരാനിരിക്കുന്ന എല്ലാ അറിവും നമ്മുടെ സോളിലുണ്ട്. എല്ലാ അറിവും നമ്മുടെ സോളിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹ്യൂമൻ എന്ന് പറയുന്ന പ്രോഫറ്റ് ആദം, അപ്പം ആദ്യ സൃഷ്ടി, ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സർവ്വതും പഠിപ്പിച്ചു. എല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യൻ്റെ സോളിൽ തന്നെ എന്തുണ്ടായിരുന്നു? ഇവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ വിസ്ഡംസ് ഉണ്ടായിരുന്നു. അപ്പം 2500 അങ്ങനെ ലോകം ഉണ്ടെങ്കിൽ, ബാക്കിയൊന്നും തോന്നണില്ല, ഇപ്പോൾ പോവുകയാണെങ്കിൽ മിക്കവാറും നേരത്തെ തീരുന്ന പറഞ്ഞത്, ലാസ്റ്റ് ലാപ്പ് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, 2500 ലോകം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പീരീഡിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കണോ, ആ പീരീഡിൽ ഇവിടുത്തെ മനുഷ്യന്മാർ എന്തൊക്കെ ചെയ്യണോ, ആ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് എനർജി ഫോമിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോഡി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ കാലത്തിനനുസരിച്ചിട്ട് ഫിസിക്കൽ റിയാലിറ്റി മാത്രമേ മാറുന്നുള്ളൂ. ചിലപ്പം കാലം മാറുന്നതിനനുസരിച്ചിട്ട് ആളുകളുടെ ചില ചേഞ്ചസ് വരാം, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വരാം, ലൈഫ് സ്റ്റൈലിൽ വരാം, അവരുടെ ഭക്ഷണ രീതികളിൽ വരാം, ടെക്നോളജിയിൽ വരാം, ഒക്കെ വരാം. അപ്പോൾ ഈ രൂപത്തിൽ എല്ലാത്തിൻ്റെയും സോഴ്സും എല്ലാത്തിൻ്റെയും കോറും എനർജി ഫോമിലാണ്. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് മൈൻഡ്? മൈൻഡിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഫോമിലുള്ള കാര്യങ്ങൾക്ക് ഫിസിക്കൽ ഫോമിലേക്ക് എത്താൻ ഉള്ള ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിനെ എനർജി ഫോമിൽ നമ്മൾ പറയും നല്ല എനർജിയുണ്ട്, ചീത്ത എനർജിയുണ്ട്. ആക്ച്വലി പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി അങ്ങനെയില്ല, എനർജി മാത്രമേ ഉള്ളൂ. ആ എനർജിയെ ആര് സ്വാധീനിക്കുന്നു, ഏത് ചിന്തകൾ സ്വാധീനിക്കുന്നു, അതിനനുസരിച്ചിട്ട് ആ എനർജി നമുക്ക് ഗുണമുള്ളതായിട്ട് മാറാം, അല്ലെങ്കിൽ ദോഷമുള്ളതായിട്ട് മാറാം. നമ്മളൊരു എനർജി ഉണ്ട്, ഈ എനർജിയെ ഡിവൈൻ ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ എനർജി നമുക്ക് ഗുണകരമായിട്ട് മോറാലിറ്റിയോട് കൂടി, എത്തിക്സോട് കൂടിയിട്ട്, ഹാപ്പിനെസ്സോട് കൂടിയിട്ട്, ഹോണസ്റ്റിയോട് കൂടിയിട്ട്, ഇൻറ്റഗ്രിറ്റിയോട് കൂടിയിട്ട്, സോഷ്യൽ ഹാർമണിയോട് കൂടി നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതേ ഊർജ്ജത്തെ തന്നെ അങ്ങനത്തതല്ലാത്ത ഒന്നെങ്കിൽ മനുഷ്യന്മാരുണ്ടായിരിക്കും, മനുഷ്യന്മാരെ പിശാചുക്കളാക്കി മാറ്റുന്ന വേറെ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളുടെ ചിന്തകളുടെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ പൈശാചികമായ ചിന്തകളുടെ സ്വാധീനം കൊണ്ടോ ഇതേ എനർജി ആ തോട്ട് ഇൻഫ്ലുവൻസ് കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നല്ലതല്ലാത്ത രീതിയിൽ ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. കത്തി പറയുന്നത് പോലെ കത്തിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കത്തി ഒരാളെ കൊന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കത്തി വെറുതെ എങ്ങനെ കിടക്കുള്ളൂ. എന്നെ ആപ്പിൾ മുറിക്കാൻ കൊണ്ടായാലും ഐ എം റെഡി, ആളെ കൊല്ലാൻ കൊണ്ടായാലും ഐ ആം റെഡി. കത്തിയെ ഏത് ചിന്തയാണ് സ്വാധീനിക്കുന്നത്? ആ ചിന്ത ആരാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആ മൈൻഡാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഡിവിനിറ്റിയും ഡെവിലിറ്റിയും അല്ലെങ്കിൽ ഈവിൾ അണ്ടർസ്റ്റാൻഡിങ്ങും ഈവിൾ തോട്ടും ഡിവൈൻ തോട്ടും സ്വാധീനിക്കുന്നത് ഒറ്റ ഊർജ്ജത്തെയാണ്. പക്ഷെ അത് സ്വാധീനിക്കുന്നത് ഊർജ്ജത്തെയല്ല, മനസ്സിനെ സ്വാധീനിക്കുന്നതിലൂടെ ഊർജ്ജത്തെ സ്വാധീനിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്, ഇനി പുതിയ കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരാനും അത് റെഡിയാണ്. അതിന് ഓൾറെഡി റിട്ടേൺ ആയിട്ടുള്ള ഫോമുകൾ ഉണ്ടെങ്കിൽ കൂടി പുതിയ കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരാൻ, ഇപ്പം ഗോഡ്സ് പ്ലാനിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞൊരു വിഷയമാണെന്ന് വിചാരിക്കുക. പക്ഷേ ആസ് യു പ്രേ, നിങ്ങളുടെ ഫെയ്റ്റ് ദൈവം മാറ്റാൻ തയ്യാറാകുന്നു. നിങ്ങളുടെ ഫെയ്റ്റ് ഇങ്ങനെയായിരുന്നു, പക്ഷേ ബിക്കോസ് ഓഫ് യുവർ പ്രെയർ നിങ്ങളുടെ ഫ്യൂച്ചർ ദൈവം മാറ്റുന്നു, പ്രാർത്ഥനകൾക്ക് വിധിയെ തടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പം, അങ്ങനെ ഫെയ്റ്റ് മാറ്റാൻ തയ്യാറാകണമെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം തന്നെയാണ് ഫെയ്റ്റ് മാറുന്നതിൻ്റെ ഭാഗമായിട്ടും ന്യൂ ഫോമിലേക്ക് എന്ത് ചെയ്യേണ്ടത്, ന്യൂ ഡയറക്ഷനിലേക്ക് പോകേണ്ടത്. ആ ന്യൂ ഡയറക്ഷനിലേക്ക് നമ്മളെ എനർജിയെ നമുക്ക് ചാനലൈസ് ചെയ്യണമെങ്കിൽ നമ്മളെ മൈൻഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? സോ മൈൻഡിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനർജിയെ നമുക്ക് ഡയറക്റ്റ് ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനർജി ഈസ് ജസ്റ്റ് എനർജി മൈൻഡും തോട്ടും ഇമോഷൻസും എങ്ങോട്ടാണോ ചാനലൈസ് ചെയ്യണേ അതിലേക്ക് ഒഴുകാൻ മാത്രമേ എനർജിക്ക് പറ്റുള്ളൂ. ആ മൈൻഡ് എങ്ങോട്ട് ചാനലൈസ് ചെയ്യണോ, എങ്ങോട്ട് റൂട്ട് ചെയ്ത് കൊടുക്കുന്നോ, എങ്ങോട്ട് ഡിറക്റ്റ് ചെയ്ത് കൊടുക്കുന്നോ, ആ ഡിറക്ഷനിൽ പോയതിന് ശേഷം എനർജി കുറേ സമയം എനർജി ആയിട്ട് നിൽക്കില്ല. എനർജി പതിയെ ഫിസിക്കൽ ഫോമിലേക്ക് വരും. ഇപ്പോൾ 2-3 ദിവസം മുന്നെയാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെയ്ത് എനിക്ക് ഓർമ്മ, 2-3 ദിവസം മുന്നെയാണ് വെളിച്ചത്തെ സോളിഡാക്കി മാറ്റി ചില സയൻറ്റിസ്റ്റുകൾ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റിനെ നമുക്ക് ഒരു മെറ്റീരിയലാക്കി മാറ്റി അങ്ങനെ ഉണ്ടായിരിക്കും. ലൈറ്റ് ഈസ് എൻ എനർജി, ഒരു ഊർജ്ജമല്ലേ. എൻ്റെ സൗണ്ടിന് നിങ്ങൾക്ക് മറ്റേ പീസാക്കിയിട്ട് ഐസ് ക്യൂബ്സ് ആക്കാൻ പറ്റുമോ? ഗൈഡിൻ്റെ വാക്കുകളൊക്കെ ഞാൻ ഒപ്പിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒപ്പിത വെച്ചിരിക്കുന്നു, അത് കേൾക്കാനല്ലേ പറ്റൂ. ലൈറ്റ് നമ്മൾ കാണാനില്ല, ഞാൻ ലൈറ്റ് തൊട്ടു എന്നായിരിക്കും പറയാൻ പറ്റുമോ? ഞാൻ ലൈറ്റിലാണെന്ന് പറയാം. ലൈറ്റ് തൊട്ടു എന്നായിരിക്കും പറയാൻ പറ്റില്ല. ലൈറ്റ് തൊട്ട് എക്സ്പീരിയൻസ് ഉണ്ടായി അങ്ങനെയൊന്നുമില്ല. ലൈറ്റ് തൊടുമ്പോൾ അതിൻ്റെ ചൂട് ചിലപ്പം കിട്ടാം, അനുഭവിക്കാം. അല്ലാണ്ട് ലൈറ്റ് തൊട്ടു എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റില്ല, കാരണം ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ. ബട്ട് ഇപ്പം റീസെൻ്റായിട്ട് പറഞ്ഞു, ലൈറ്റ് എന്ന് പറയുന്ന എനർജിയെ ഒരു മെറ്റീരിയൽ ഫോമിലേക്ക്, ഒരു മാറ്റർ ഫോമിലേക്ക് കുറച്ച് സമയത്തേക്കാണെങ്കിലും സയൻറ്റിസ്റ്റുകൾ അതിനെ സോളിഡ് ഫോമിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് എനർജിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷേപ്സ് എടുക്കാൻ പറ്റും, എനർജിക്ക് ഫോമിലേക്ക് വരാൻ പറ്റും. എനർജി ഒരു ഫോംലെസ് സ്റ്റേറ്റ് ആണ്.
ഊർജ്ജം എന്ന് പറയുന്നത് ഒരു ഫോമില്ലാത്ത ഇതിനൊക്കെ ഒരു ഫോമില്ല, ഒരു ഷേപ്പില്ലേ, ഷേപ്പുണ്ട്, ഫിസിക്കൽ ഫോമുണ്ട്. ഫോം ഇല്ലാത്ത സംഭവങ്ങളിൽ സ്റ്റേറ്റിലാണ് എനർജി ഉള്ളത്. പക്ഷേ എനർജി ഫ്ലോ ചെയ്ത് എന്ത് സംഭവിക്കും? ഒരു ഫോം ഇവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ ആ വേണ്ട കാര്യങ്ങളെ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് ആക്കിയെടുക്കുന്നതിൽ എന്താണ് ഇൻഫ്ലുവൻസ് ആവേണ്ടത്? എനർജിയാണ് ഇൻഫ്ലുവൻസ് ആവേണ്ടത്. പക്ഷേ ആ എനർജിയെ ഫിസിക്കൽ ഫോമിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം ഏതാണ്? മൈൻഡാണ്. അതുകൊണ്ടാണ് നമ്മൾ മൈൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, മൈൻഡ് ഈസ് എവറിത്തിങ്, മൈൻഡ് ക്രിയേറ്റ്സ് എവറിത്തിങ് എന്നൊക്കെ പറയാനുള്ള കാരണം മൈൻഡിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഭൂമിയിൽ, ഈ യൂണിവേഴ്സിൽ, നമ്മൾ ഈ യൂണിവേഴ്സിലാണ് ജീവിക്കണമെങ്കിൽ വേറെ യൂണിവേഴ്സിൽ വേറെ എന്തെങ്കിലുമാണോ നമുക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ദൃശ്യപ്രപഞ്ചമൊക്കെ ചേർന്നിട്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രപഞ്ചത്തിൽ മനസ്സുകൊണ്ട് മാത്രമേ ഊർജ്ജത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ എന്നുള്ളതാണ്. അപ്പം ഹൗ വി ഓപ്പറേറ്റ് ദ മൈൻഡ് എന്ന് പറഞ്ഞ ബ്രിഡ്ജ് എങ്ങനെയാണ് എനർജിയെ യൂട്ടിലൈസ് ചെയ്യണേ, അതിനനുസരിച്ചിരിക്കും ലൈഫ് എന്ന റിയാലിറ്റി. തന്നെ ലൈഫിലെ എല്ലാ ഫോമുകളും, എല്ലാ ഫിസിക്കൽ ഫോമുകളും. ഇപ്പം എവറിത്തിങ് ഫസ്റ്റ് ക്രിയേറ്റ്സ് ഇൻ ദ നോൺ ഫിസിക്കൽ ഫോം, ഇൻ ദ എനർജി ഫോം. അപ്പോൾ എല്ലാം ഊർജ്ജ തലത്തിലാണ് ആദ്യം സൃഷ്ടിക്കണമെന്ന് പറഞ്ഞാൽ ഊർജ്ജത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഊർജ്ജത്തിന് എന്തുമാവാം. ഇതിൻ്റെ ഉള്ളിലുള്ള എനർജിയും വേറെയല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിലുള്ള എനർജി എന്തെന്നാണ്? സെയിം എന്നാണ്. പക്ഷെ ആ എനർജി ഫോമിലേക്ക് വന്നപ്പം മാറ്റർ ആണല്ലോ ആറ്റം, ഇതൊക്കെ ആറ്റം കൊണ്ട് നിർമ്മിച്ചാണല്ലോ. ആ എനർജി ഫോം എടുത്തപ്പം ചിലതിൽ എനർജി എടുത്ത മാറ്റർ ഫോം എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഫോം ആയിരിക്കും, ചിലതിലെടുത്തത് ഹൈഡ്രജൻ്റെ ഫോം ആയിരിക്കും, ചിലതിലെടുത്തത് നൈട്രജൻ്റെ ഫോം ആയിരിക്കും, ചിലതിലെടുത്തത് ഓക്സിജൻ്റെ ഫോം ആയിരിക്കും. അപ്പോൾ എനർജി ഒറ്റൊന്നേ ഉള്ളൂ. ആ എനർജിക്ക് തന്നെ ഫിസിക്കൽ ഭൗതിക രൂപം എടുക്കുമ്പം, ഭൗതിക ഫോമിലേക്ക് വരുമ്പം, ആ ഭൗതിക ഫോമിലേക്ക് അത് ആയി മാറുന്ന സിറ്റുവേഷനിൽ അത് ഏത് ഫോം എടുക്കുന്നോ ആ ഫോമുകളെയാണ് നമ്മൾ പണ്ട് ഈ പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടിക എന്ന് പറഞ്ഞ കെമിസ്ട്രിയിൽ പഠിച്ചില്ലേ? അപ്പോൾ നമ്മൾ പറയും ഈ ലോകത്തിലുള്ള എല്ലാം 118 എന്താണ് മൂലകങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചത്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു മൂലകമായിരിക്കും, അത് ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കും. അപ്പം ഫിസിക്കൽ റിയാലിറ്റിയിൽ, ഭൗതിക റിയാലിറ്റിയിൽ, ഇപ്പം നമ്മളെ ശരീരം ഇതിൽ മാക്സിമം ഉള്ളത് കാർബണാണ്. അതുപോലെ തന്നെ ഒരു മരം എടുത്ത് നോക്കിയാൽ മരം എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ അതിൽ മാക്സിമം കാർബണാണ്. അപ്പോൾ എനർജി മരത്തിൻ്റെ ഫോമിലേക്കും ജീവൻ്റെ ഫോമിലേക്ക് വരുമ്പം ജീവനുള്ള വസ്തുക്കളിൽ അധികവും കാണുന്നത് ബയോ ആയിട്ടുള്ള എല്ലാം കൂടുതലും മാറ്റർ ഫോം നോക്കുമ്പോൾ അത് കാർബൺ ആയിരിക്കും. കാർബൺ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം എനർജി ഫിസിക്കൽ ഫോമിലേക്ക് വരുമ്പോൾ പലപ്പോഴും എടുക്കുന്നത് കാർബൺ എന്ന ആറ്റത്തിൻ്റെ മോഡാണ്, ആ ഫോമാണ് എടുക്കാറുള്ളത്. ഇനി അതുപോലെ തന്നെ വേറെയും പല ഫോമുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ ഓരോന്നും കാണുമ്പോൾ ഓരോന്നിനും ഓരോ ഫീൽ വരാനുള്ള കാരണം ആ വേവ് എനർജി അല്ലെങ്കിൽ ആ എനർജി ഈ മാറ്ററിലേക്ക് വരുമ്പം, വെള്ളത്തിലേക്ക് വരുമ്പം അതെടുത്തിട്ടുള്ളത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഫോമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതിലുള്ള വെള്ളത്തിലുള്ള എനർജിയും ഈ കപ്പിലുള്ള എനർജിയൊക്കെ എന്തെന്നാണ്? സെയിം എന്നാണ്. അതിൻ്റെ ഓറിയൻറ്റേഷൻ നോക്കുമ്പം, ഇലക്ട്രോണിക് ഓറിയൻറ്റേഷനും മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പം അനുഭവം വ്യത്യസ്തമായിരിക്കും. വെള്ളം തൊടുമ്പം കിട്ടുന്ന അനുഭവം അല്ലല്ലോ കപ്പ് പിടിക്കുമ്പം കിട്ടുന്നത്, ഒരിക്കലല്ല. ഇനി ഇതേ കപ്പ് തന്നെ ഇത് കഷ്ണം അങ്ങ് പൊട്ടിച്ച് കളഞ്ഞാൽ ഇതിൻ്റെ ആ കൂർത്ത ഭാഗമുണ്ടല്ലോ പൊട്ടിയെ, അവിടെ തൊട്ടാൽ കിട്ടുന്ന അനുഭവം അല്ലല്ലോ ഇവിടെ തൊടുമ്പം കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? അതിൽ ചെറിയ ഫിസിക്കൽ ചേഞ്ച് വന്നതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ എനർജി മാറുന്നില്ല. ഇതിലുള്ള എനർജിയും ഒക്കെ സെയിം തന്നെയാണ്. ബട്ട് എനർജി സെയിം ആണെങ്കിൽ കൂടി അതെടുക്കുന്ന ഫോമിനനുസരിച്ചിട്ട്, ഏത് അറ്റോമിക് ഫോമാണോ എടുത്തത് ആ ഫോമിനനുസരിച്ചിട്ട് അതിൻ്റെ വൈബ്രേഷനിൽ മാറ്റം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, ഇലക്ട്രിസിറ്റി സെയിം തന്നെയാണ്, ഇവിടേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി സെയിം തന്നെയാണ്. പക്ഷേ ഈ സ്പീക്കറിലേക്ക് എത്തുന്ന ഇലക്ട്രിസിറ്റിയും ഈ ലൈറ്റിലേക്ക് എത്തുന്ന ഇലക്ട്രിസിറ്റിയുടെ വൈബ്രേഷൻ സെയിം ആണോ? ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ എനർജി സെയിം. അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഇതിൻ്റെ തോത് കൂട്ടാനും കുറയ്ക്കാനും, ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും എന്നതുപോലെ എനർജി ഓരോന്നിലേക്കും ഓരോ ഫോമിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുകയാണ്. ഈ ട്യൂണിങ് ആക്ച്വലി ഇതിലേക്ക് എത്ര വേണം വൈദ്യുതി എന്ന് തീരുമാനിക്കുന്നത് ഒരു മൈൻഡല്ലേ. ഈ റൂമിൽ എത്ര ഇതിൽ വരണോ, അപ്പം ഇവിടുത്തെ വയറിങ് സെറ്റ് ചെയ്യുമ്പം ഈ ബൾബ് ചൂസ് ചെയ്യുമ്പം എന്ത് ചെയ്യുന്നു, ഇത്ര വാട്ട്സിലുള്ള ഇത്ര ഹേർട്സിലുള്ള സൗണ്ട് മതി, ഇത്ര വാട്ട്സിലുള്ള സൗണ്ട് മതി എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡല്ല ഇതിനെ ലിമിറ്റ് ചെയ്ത് വെക്കുന്നത്. ടെക്നോളജിക്ക് സ്വയം ഒന്നും ആകാൻ പറ്റില്ല, ടെക്നോളജിക്ക് എന്തുമാകാം. പക്ഷേ നീഡിനനുസരിച്ചിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന മൈൻഡ്, ഇവിടെ ഒരുപാട് ടെക്നോളജി ഉണ്ട്. ഈ ടെക്നോളജികളൊക്കെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്ന മൈൻഡാണ്. ക്ലിയർ ആയോ? അപ്പം ഇവിടെയുള്ള വേറെ ഒരു ജീവജാലങ്ങൾക്കും എനർജിയെ
ഫിസിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരാനോ എനർജിയെ ഫിസിക്കൽ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യാനോ ഉള്ള ബുദ്ധിയില്ല, മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ മാത്രമല്ല ഇങ്ങനത്തെയൊക്കെ സൃഷ്ടിക്കുന്നുള്ളൂ. നോക്കിയാൽ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള സർവ്വ സൃഷ്ടികളും ഈ പ്രകൃതി വിഭവങ്ങളിൽ നിന്നല്ലേ. അല്ലാണ്ട് എന്തെങ്കിലും നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? നമ്മൾ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ഈ പ്രകൃതിയിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി മിക്സ് ചെയ്തിട്ടല്ല ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു ട്രൂത്താണ്. അപ്പം പക്ഷേ മനുഷ്യന് മാത്രമേ ഒരു ഫോമിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റിയെടുക്കാനുള്ള കഴിവുള്ളൂ. കാരണം അവനാണ് ചിന്തിക്കാനുള്ള കഴിവ്. പിന്നെ ചില പക്ഷികൾക്കും ചില ജീവജാലങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രം ഒരു ഡിവൈൻ ബ്രില്യൻസ് പോലെ ചില കാര്യങ്ങൾക്കുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ആക്ച്വലി ഒരു ഏജൻറ്റിനെ പോലെ ഡിവൈൻലി കഴിയുക സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, എല്ലാ കാര്യത്തിലും. ഇപ്പോൾ തേനീച്ച പോലും അറിയുന്നില്ല തേനീച്ചനെ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ലോകം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതെങ്ങനെ? നമുക്കെന്താ റോള്? തേനീച്ച ചോദിക്കാം, നമ്മൾ പാവം തേനീച്ച അല്ല, നിങ്ങളിവിടെ ഉള്ളത് കൊണ്ട് അവിടെ പരാഗണം നടക്കണേ. അപ്പോൾ തേനീച്ചക്ക് അറിയില്ല നമ്മൾ പരാഗണം നടത്താൻ വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യാൻ പോകണം. തേനീച്ചക്ക് എന്താ? തേന് വേണം അല്ലേ, പൂമ്പൊടി വേണം, പൂവ് വേണം, പൂവിനെ തേടി നടക്കും. പൂവ് കണ്ടു, കുറച്ച് തേനെടുത്തു, സന്തോഷമായി, അതും കൊണ്ട് വായിച്ചിങ്ങനെ പോവാം. തേന് കുടിച്ച് സന്തോഷിക്കല്ല അവർ, തേന് സ്റ്റോർ ചെയ്യാണ്, അവരുടെ ഡ്യൂട്ടി അതാണ്. അപ്പോൾ അവർ പോണ വഴിക്ക് പൂവിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറച്ച് തേനെടുക്കുമ്പം ആ പൂവിൻ്റെ സൈഡിലുള്ള പൂമ്പൊടി അല്ലേ ഇതുവരെ മേലേക്കാവും. ഇവിടുന്ന് എടുത്തിട്ട് ഒന്ന് കഴിഞ്ഞ് അടുത്ത പൂവിൽ പോണ സമയത്ത് അടുത്ത പൂവിൽ നിന്നും കുറച്ച് തേനെടുക്കുമ്പോൾ ആ പൂവിൽ നിന്നുള്ള പൂമ്പൊടി ഈ പൂവിൽ പോയിട്ട് വീഴും. ഇതിൻ്റെ ഇടയിലൂടെ രണ്ടറ്റത്തിരിക്കുന്ന പൂക്കൾ തമ്മിൽ പരാഗണം നടക്കുന്നു. പൂക്കൾക്ക് അറിയുന്നില്ല എന്തിനാ അപ്പോൾ ഇത് കൊണ്ടുപോകണം എന്നുള്ള കാര്യം. ഒരു പൂവിന് അറിയില്ല ഇത് എങ്ങോട്ട് എൻ്റെ പൊടിയേറ്റ് പോകണേ. പൂവിനെന്താ അറിയുക? തേനീച്ച വന്നതിൻ്റെ തേൻ കട്ടെടുക്കാനാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടി വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ടുള്ള കാര്യം തേനീച്ചയും അറിയുന്നില്ല, പൂവും അറിയില്ല. ഇപ്പം നമ്മളെ കാര്യം ഒന്ന് ആലോചിക്കേ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ കോച്ച് സബ്മിറ്റിന് വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കൊണ്ടിരുത്തിയിട്ട് പഠിച്ചോൻ എന്തൊക്കെ ഉദ്ദേശിക്കേണ്ടത് എനിക്കും നിങ്ങൾക്കും അറിയാം. അല്ലാഹു ആലം. അത്രയല്ലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കറിയുന്ന കാര്യം എത്രയേ ഉള്ളൂ, പക്ഷെ നമുക്കറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇതുപോലെ തന്നെ ഗൈഡഡ് ടോക്കിൽ വന്നിരിക്കുന്ന കുറേ ആൾക്കാർ, ഈ ഗൈഡഡ് ടോക്കിലിരിക്കുന്ന ആൾക്കാർ നമ്മൾക്ക് ഇത്രേ അറിയുള്ളൂ. പക്ഷേ ഈ സിസ്റ്റം സെറ്റ് ചെയ്ത ഡിസൈനർക്ക് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബ്രില്യൻ പ്ലാൻ ഉണ്ട്. ഈ ചില ഈ എന്താ പറയുക, നമ്മളിപ്പോൾ ഏജൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളെ ഡിപ്ലോമാറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളെ ഇന്ത്യയുടെ ഭയങ്കര സീക്രസി കീപ്പ് ചെയ്യുന്ന സ്പൈ വർക്കേഴ്സൊക്കെ, ഇവർക്കോട് ഒരാളോട് പറയും നിങ്ങൾ ഇന്ന കാര്യം ചെയ്യാമെന്നുള്ളത് മാത്രം, അതിൻ്റെ അപ്പുറത്ത് എന്തോ അവർക്ക് അറിയില്ല. അവർ പറഞ്ഞു ചെയ്യുന്നു, ഇത് എങ്ങോട്ടാണ് പോണത്, എങ്ങോട്ടാണ് വരുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒന്നും അറിയില്ല. ഓരോരുത്തരോട് അസൈൻ ചെയ്ത ടാസ്ക് അവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ചെയ്യിപ്പിച്ചെടുക്കുന്ന 100 ആൾക്കാരെ ഇൻവോൾവ് ആക്കി ആ സിസ്റ്റംസ് ചെയ്തെടുക്കുമ്പോഴേക്ക് എന്താണ് അതുകൊണ്ട് ഡിസൈനർ മാസ്റ്റർ പ്ലാനിലുള്ള ആൾ ഉദ്ദേശിക്കണമെന്ന് ഇവർക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അത്ര അറിയുള്ളൂ, രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്, രാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം നല്ല കാര്യത്തിനാണ്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. എന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഏജൻ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്, വേറൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ചാനലാണ്, നമ്മളെല്ലാത്തിനും ഒരു ചാനലാണ്. ചില സമയത്ത് നമുക്ക് ഞാനിപ്പോൾ എന്തിനാ ഇവിടെ എന്നല്ല, അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് നമുക്ക് ലൈഫിൽ തോന്നും ഞാനിപ്പോൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, ഞാനിപ്പോൾ എന്തിനാ ഇവിടെ ഇപ്പോൾ ഞാൻ എന്തിനാ എത്തിയത്, എന്തിനാ ഇപ്പം എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത്, നമുക്കറിയില്ല. നിങ്ങൾക്കറിയാത്തത് കൊണ്ട് അത് പർപ്പസ്ലെസ്സാണ് ചിന്തിക്കരുത്. നിങ്ങൾക്ക് ജീവൻ തുടിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവൻ്റെ തുടിപ്പ് നിൽക്കുന്നത് വരെ ഓരോ സെക്കൻഡിലും നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്കറിയാത്ത പർപ്പസിൽ പോലും നിങ്ങൾ ഇൻവോൾവ് ആകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഒരു കാറ്റ് കൊണ്ട് രക്ഷപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. മനസ്സിലായി? നമുക്കറിയില്ല. നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കിടക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഊതിയ സമയത്തായിരിക്കും വെള്ളത്തിൽ വീഴാൻ പോകുന്ന ഉറുമ്പ് കാറ്റുകൊണ്ടിട്ട് നേരെ തെറിച്ച് നിലത്ത് പോയി രക്ഷപ്പെടുന്നത്. മനസ്സിലായില്ലേ? അതേ സമയത്ത് വേറൊരു ഉറുമ്പ് വെള്ളത്തിൽ വീണ് ചാവാനുമുള്ള കാര്യങ്ങളായിരിക്കും, മൂപ്പര് അസ്രായേൽ നിങ്ങളായിരിക്കും, ഡെലിഗേറ്റ് ചെയ്തായിരിക്കും ആ ഉറുമ്പിന് കാലാവധി എത്തിക്കുന്നത്. എന്താ ഇപ്പോൾ ചെയ്യുക, ഹാജർ അവിടെ കിടക്കണ്ടേ, ഒന്ന് ഊതൂട്, അതിന് ഊതാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ എന്തോ ഒരു ക്ഷീണം, ഒരു ഉഷാർ കിട്ടില്ല, എങ്ങനെ പോയിട്ട് ഒറ്റ ഊതല. അപ്പോൾ ആ ഉറുമ്പ് നേരെ പോയിട്ട് വീണു. അപ്പോൾ ഉറുമ്പിനെ സംബന്ധിച്ചോളം കാലനാരാ, അസ്രായേലാരാ, നമ്മളുടെ ഒരു ശ്വാസത്തിന് പോലും എന്തുണ്ട്, മീനിങ് ഉണ്ടാവാം, നമുക്കറിഞ്ഞോളണം എന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോ സെക്കൻഡും മീനിങ് ഫുള്ളാണ് എന്ന ഫീലിങ്ങോട് കൂടി ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് മൈൻഡ്ഫുൾ ആവാനും മൊമെൻ്റിൽ ആസ്വദിച്ച് ജീവിക്കാനും നമുക്ക് പറ്റും എന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത്, എനിക്ക് കുറേ ഉറുമ്പിനെ കൊല്ലാണ്ട് 10 ദിവസം ഇങ്ങനെ കിടന്നോട്ടെ ഞാൻ എന്ന് കരുതിയിരിക്കരുത്. ഞാൻ ഇതിനാണ് എന്നെ തിരഞ്ഞെടുത്തത്, ഞാനൊരു ഡിവൈൻ ആക്റ്റിലാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല. ചില ആൾക്കാർക്ക് അത് വളരെ ശരിയാണ്, അവരൊന്നും ചെയ്യാതിരിക്കുന്നത് സമൂഹത്തിന് വളരെ നന്മയായിരിക്കും.
അതുകൊണ്ട് അവർ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നോട്ടെ. ആ കൂട്ടത്തിൽ പെടാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഡിസ്ക്ലൈമർ ഇട്ട് എപ്പോഴും പറഞ്ഞതല്ല. കാരണം നിങ്ങൾ ഭയങ്കര ഗ്രാസ്പിംഗ് പവറുള്ള ആൾക്കാരായതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ എടുത്തിട്ട് അത് പ്രാവർത്തികമാക്കുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. എനിവേ അപ്പം നോൺ ഫിസിക്കൽ ഫോമിനെ ഫിസിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരുന്നിടത്തുള്ള ബ്രിഡ്ജാണ് എന്ത്? മൈൻഡ് എന്ന് പറഞ്ഞാൽ. സോ മൈൻഡ് എന്ന് പറഞ്ഞ ഈ ബ്രിഡ്ജ്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈ ബ്രിഡ്ജ് വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് നോൺ ഫിസിക്കൽ ടു ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് എന്തും കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. മൈൻഡാണ് ഇത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ മൈൻഡിൻ്റെ റോൾ എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാവുന്നത് കൂടിയിട്ട് ഈ മാസ്റ്റർ ബ്രില്യൻസിൻ്റെ സീക്രട്ടാണ് ഒരാൾ പഠിക്കുന്നത്. ഇപ്പോഴും ലോകത്തിൽ 90% ആളുകൾക്ക് ഈ സീക്രട്ട് അറിയില്ല. നോൺ ഫിസിക്കൽ റിയാലിറ്റി ഉണ്ടെന്ന് അറിയില്ല, ഫിസിക്കൽ റിയാലിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഒരൊക്കെ അറിയാം, ഒരൊക്കെ കാണുന്നുണ്ട്, കാണേണ്ട പോലെ കണ്ടിട്ടില്ല എന്നുള്ള. അവർ ലൈറ്റ് കാണുന്നുണ്ട്, അവർ ഇലക്ട്രിസിറ്റിനെ പറ്റി അറിയുന്നുണ്ട്, സൂര്യനെ കാണുന്നുണ്ട്, ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇത് തമ്മിലിപ്പോഴും ബന്ധിപ്പിച്ചിട്ടില്ല, ഇത് തമ്മിലിപ്പോഴും കണക്റ്റഡ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. ആ കണക്റ്റഡ് തോട്ടിൽ വരാത്തിടത്തോളം കാലം അവർ ഉറക്കത്തിലാണ്. പക്ഷെ ഇത് മനസ്സിലാവുന്നതോട് കൂടിയിട്ട് ഇത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നവർക്കല്ലേ മനസ്സിലാക്കി കൊടുക്കുള്ളൂ. തേനീച്ചക്ക് ഇപ്പോഴും മനസ്സിലാക്കി കൊടുത്തിട്ടില്ലല്ലോ. സൂര്യൻക്ക് അറിയോ സൂര്യൻ എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്? മുപ്പരോട് എന്താ പറഞ്ഞേ? സമയമാകുമ്പോൾ ഇന്ന സ്ഥലത്തെത്തണം. മുപ്പര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ സൂര്യനെ ഒരു തമാശക്ക് നമ്മൾ വയ്ക്കുക, സൂര്യൻ ചിന്തിക്കുക, എന്തിനാ പഠിച്ചവൻ എന്നിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം, ഞാൻ എത്ര ദിവസമായി ഓടിത്തുടങ്ങിയിട്ട് എനിക്കൊരു അവസാനം ഇല്ല, ഞാനൊന്ന് നിൽക്കട്ടെ എന്ന ചോദ്യം ഇല്ലാണ്ട് ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സൂര്യനെ ചിന്തിക്കുക നമ്മളെപ്പോലെ ഇവരെല്ലാണ്ട് സൂര്യൻ ചിന്തിക്കുക, എന്തിനാ എന്നിട്ട് കറക്കിക്കൊണ്ടിരിക്കണം, എത്ര കാലമായി ഞാൻ കറങ്ങണം, നാട്ടാൻ കറങ്ങിക്കൊണ്ടിരിക്കില്ല എന്ന് പറയുമ്പം നമുക്ക് എന്താ തോന്നുന്നത്? ഓ എൻ്റെ സൂര്യ, ഈ ഉണ്ടായിട്ടില്ല ഈ ഭൂമി മൊത്തം, സൂര്യൻ ഇത്ര ഫാൻ ഉള്ള കാര്യം സൂര്യൻ അറിയോ? മനസ്സിലായോ? സൂര്യൻ ഇത്രത്തോളം ഫാൻസ് ഉണ്ടെന്നുള്ള കാര്യം ആർക്കറിയില്ല? സൂര്യൻ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും ഈ ബ്രില്യൻസ് ഇതിങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ബ്രില്യൻസിൻ്റെ അറിവ് കിട്ടണമെങ്കിൽ ഈ ബ്രില്യൻസ് സെറ്റ് ചെയ്തവൻ തന്നെ ഉദ്ദേശിക്കേണ്ടത് ബൈ ദ ഗ്രേസ് ഓഫ് ദ ഓൾമൈറ്റി ഇത്രയെങ്കിലും ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ? അതൊരു ചില്ലറ കാര്യമാണോ? അറ്റ്ലീസ്റ്റ് ഇങ്ങനെ അറിയാനെങ്കിൽ പറ്റുന്നത് തേനീച്ചയെ പോലെ ആകാതെ, സൂര്യനെ പോലെ ആകാതെ നമുക്ക് അറ്റ്ലീസ്റ്റ് ചിന്തിച്ചിട്ട് ഇങ്ങനെയാണ് നടക്കണമെന്നുള്ള അറിവെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ദൈവിക അനുഗ്രഹമല്ലേ? തീർച്ചയായിട്ടും അനുഗ്രഹമല്ലേ? അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമായില്ല, അങ്ങനത്തെ ആൾക്കാരെ പറ്റിയിട്ട് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എത്ര തവണ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടാലും അവരെ ഹൃദയത്തിന് സീലി വെച്ച പോലെ ആയിരിക്കും. ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചിട്ടുണ്ട്, കണ്ടു അടിപൊളി. എന്നിട്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, എന്നാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലോ എന്ന പോലെ ആയിട്ട് കാര്യമില്ലല്ലോ. ഉറച്ചു നിൽക്കണം നമുക്ക്. ആ വിഷയത്തിൽ നമ്മളെ മനസ്സിനെ ഉറപ്പിക്കാൻ പഠിക്കണം. അതിനാണ് ആവർത്തിക്കണം എന്ന് പറയുന്നത്. ഈ വേദങ്ങളൊക്കെ ആവർത്തിച്ച് പാരായണം ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ ഇത്ര ടൈം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള റെക്കോർഡ് ഇട്ടാനല്ല. ഞാൻ 130 തവണ കഴിഞ്ഞു, നീ എത്ര? ഞാൻ 85 എത്തി. അങ്ങനെയല്ല. ഈ ആവർത്തിച്ച് തീർത്തതിൻ്റെ റെക്കോർഡ് ഹോൾഡർ ആവാൻ വേണ്ടിയിട്ടല്ല. ആവർത്തിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിഷയം തന്നെ വീണ്ടും 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 മനസ്സിൽ ഉറയ്ക്കുമാറ് ആവർത്തിക്കണം. മനസ്സിലത് ഉറയ്ക്കണം. ഇത് മനസ്സിൽ ഉറച്ച ഒരാളുടെ പ്രത്യേകത എന്തായിരിക്കും? പിന്നെ അയാൾക്കുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഉറച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതൊക്കെ ബോധ്യപ്പെട്ടു. നമ്മളൊരു 5 മാസം കഴിഞ്ഞിട്ട് ഒരു ബന്ധവുമില്ല, 5 മാസം കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കാണാം. അപ്പം ഇങ്ങനെ ഫാത്തിമ വന്നിട്ട്, ഗൈഡേ എനിക്കൊന്നും ഇതാവണില്ല, ഞാൻ എന്താണ് എനിക്കൊരു ഇത് ഇല്ലാത്ത പോലെ എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ ഫാത്തിമയോട് പറയണം, മോളെ ആ 234ാമത്തെ ഗൈഡ് ടോക്കിൽ ഉണ്ടായിരുന്നു വീഡിയോയിലേനു? ഇല്ല. വീഡിയോ ഓഫാക്കിയിട്ടല്ല, പിന്നെ ഡയറക്റ്റ് ആയിരുന്നു. അത് ശരി, അങ്ങനെയായിരുന്നു. എന്നിട്ട് അന്ന് എന്താ ഉണ്ടായത്? അന്ന് എന്തോ കപ്പ് പിടിച്ച് ഗൈഡ് പൊടിയാവണ പറഞ്ഞ് ആക്കല്ലേ പറഞ്ഞ്. അപ്പോൾ ഇത് ഉറക്കാഞ്ഞിട്ടല്ലേ? അപ്പം ശരിക്ക് അറിവിൻ്റെ രഹസ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം കിട്ടിയാൽ അവിടെ നിൽക്കും, ഇതങ്ങ് ഫുള്ള് ഇതന്നെ, ഇതവിടെ ഉറയ്ക്കട്ടെ. അത് ഉറപ്പിക്കാനുള്ള കണ്ടംപ്ലേഷൻ. ഞാനിപ്പം സൂര്യൻ്റെയും ലൈറ്റിൻ്റെയും ഒക്കെ പറഞ്ഞത്, നിങ്ങളിത് തെന്നിപ്പോവാതിരിക്കാൻ മറ്റ് പലതുമായിട്ട് ഇതിനെന്ത് ചെയ്യുക? ബന്ധിപ്പിച്ച് കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം കാരുണ്യവാനാകുന്നു എന്ന് പറയുമ്പം നമുക്ക് പല സംശയങ്ങളും. എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യവാൻ എന്ന അവസ്ഥയുടെ ഒരു ഉദാഹരണം എല്ലാത്തിലും എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ദൈവം കാരുണ്യവാനാണ് എന്നുള്ളതിൻ്റെ രഹസ്യം ഒരു രീതിയിൽ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ
ഇപ്പം എനിക്ക് മനസ്സിലായി എന്താണ് കാരുണ്യം വന്നതുകൊണ്ട്. ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന് ഞാൻ പറയില്ല, ഒരു ജ്ഞാനാർത്ഥിയുടെ അടുത്ത റോൾ എന്താണ്, ഉത്തരവാദിത്തം എന്താണ്? ആ ബോധ്യപ്പെട്ട സാധനം കൊണ്ട് ഇറങ്ങുമ്പം ഇത് കളയാതെ എടുത്തു വെക്കാന്നുള്ളതല്ലേ, എണ്ണ കളയാതെ. അപ്പം എന്ത് ചെയ്യണം? ഇത് കളയാതെ കൊണ്ട് നടക്കൽ ഒരു കൊട്ടാരം ആസ്വദിച്ച് നടക്കുന്നതിന് തുല്യമാകണം. അല്ലാണ്ട് ലക്ഷറി ആസ്വാദനം ഇതവിടെ വെച്ചിട്ട് ആസ്വദിച്ച് വരുമ്പോഴേക്ക് സാധനം പോലെയല്ല. ഒരു ലക്ഷറി ആസ്വദിക്കുന്നത് പോലെ ഇതിനെ കളയാതെ കൊണ്ട് നടക്കൽ തന്നെ ഏറ്റവും വലിയ ആസ്വാദനമാണ്. അപ്പോൾ ഇങ്ങനൊരു അറിവ് കിട്ടിയിരിക്കുന്നു, ഇങ്ങനൊരു ബ്രില്യൻസിൽ ആ കാര്യങ്ങൾ നടക്കുന്നത്, ആ ബ്രില്യൻസിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന് പോലും. ചിലപ്പോൾ എൻ്റെ കാല് എന്തിനു ഒടിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാല് ഒടിഞ്ഞതിലൂടെ വേറെ എന്തൊക്കെയോ നന്മ നമ്മുടെ ചുറ്റിലും നടന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ മാത്രമല്ലല്ലോ ഈ ഭൂമിയിലുള്ളത്, മനസ്സിലായല്ലേ? എൻ്റെ കാല് ചിലപ്പം ഒടിഞ്ഞതിന് പിറകിൽ എൻ്റെ ഉള്ളിലുള്ള ഏതൊക്കെയോ കൃമികീടങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയതാവാം, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വീടിങ്ങനെ പൊളിഞ്ഞ് വീഴാണ്. ആ വീടിങ്ങനെ പൊളിഞ്ഞിട്ട് ഇങ്ങനെ അതിലെ കുട്ടികൾ ഇങ്ങനെ വീഴാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് കാറ്റടിച്ച ഒരു മരം വന്നിട്ട് മരം മുറിഞ്ഞിട്ട് ആ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ പോയി നിന്നു. അപ്പോൾ മരത്തിന് തോന്നുന്നതെന്താ? എൻ്റെ നടു ഒടിഞ്ഞല്ലോ തമ്പുരാനെ എന്നാണ്. നമ്മളെന്താ പറഞ്ഞത്? ആ മരം ആ സമയത്ത് വന്ന് വീണിട്ടില്ലായിരുന്നെങ്കിൽ ആ 2 മക്കളും മരം കണ്ടിക്കണോ കുട്ടികൾ രക്ഷപ്പെട്ടത്? കണ്ടിട്ടുണ്ടോ? അപ്പോൾ മരം ഇങ്ങനെ പോയിട്ട് എന്നാലും എൻ്റെ നടു നീ ഒടിച്ചില്ലേ. അപ്പം നിൻ്റെ നടു ഒടിഞ്ഞപ്പോൾ അവിടെ 2 ജീവൻ രക്ഷപ്പെട്ടിരുന്നു. അതേതാ? ആ കുഞ്ഞു മക്കളുടെ ജീവൻ രക്ഷപ്പെട്ടു. അത്രയും അത് എന്നെ കൊണ്ടാ നീ ജീവൻ രക്ഷിച്ച്? നിൻ്റെ പണി ചെയ്തത് ജീവൻ രക്ഷിക്കൽ നീയല്ലേ ചെയ്യുക? അപ്പോൾ 2 ജീവൻ രക്ഷിക്കാൻ നീ എന്നെയാണോ തിരഞ്ഞെടുത്തത്? നമ്മൾ അറിയുന്നുണ്ടാവില്ല എന്ത് ബ്രില്യൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെന്താ പറയുക? നടു അടിച്ച് ഇപ്പം ഇങ്ങനെ ആയപ്പോൾ ഫുള്ള് ലൈറ്റാണ്. നേരെ വെക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഫുള്ള് ലൈറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഒരു മരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വെളിച്ചമാണ് എന്നുള്ള കാര്യം മരത്തിൻ്റെ തണ്ടിന് ചിലപ്പോൾ പറഞ്ഞോളില്ല. ഇലകൾ സന്തോഷത്തിലായിരിക്കും, ഹാവ് ഒന്ന് ഒടിഞ്ഞാൽ നന്നായി, ഇപ്പോഴാണ് നല്ലോണം ലൈറ്റ് കിട്ടണേ, അല്ലെങ്കിൽ വെളിച്ചം കിട്ടായിട്ട് ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. ചില തെങ്ങൊക്കെ വളഞ്ഞു പോകണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇതിൻ്റെ നടുവിന് എന്താ തോന്നുന്നു? എത്ര കാലം ഇങ്ങനെ നിൽക്കണോ, ഇതെന്തത്, ഞാൻ മറ്റേ വികലാംഗനാണോ എന്നൊക്കെ ആയിരിക്കും ഓർക്ക് തോന്നാം. പക്ഷേ മുകളിലുള്ള ഇലകൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ എന്താ തോന്നാ? വെളിച്ചപ്പോഴാണ് കറക്റ്റ് കിട്ടുന്നത്, ഹായ് എന്നിറങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. ദിസ് ഈസ് ദ ഡിവൈൻ ബ്രില്യൻസ്. നമ്മൾ ആ ലാംഗ്വേജിലൂടെ നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ കിട്ടിയ അറിവ് ഈ ആൽക്കെമിസ്റ്റിൽ പറഞ്ഞ എണ്ണ കാത്തു സൂക്ഷിക്കുന്നത് പോലെ നമുക്ക് കൊണ്ടു നടക്കണമെങ്കിൽ ഈ എണ്ണ കാത്തു സൂക്ഷിക്കൽ ഒരു ആസ്വാദനമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഈ കയ്യിൽ കിട്ടിയ ബ്രില്യൻസ് ഇല്ലേ, നോൺ ഫിസിക്കൽ റിയാലിറ്റി, ഫിസിക്കൽ റിയാലിറ്റി, എനർജി റിയാലിറ്റി, ഫിസിക്കൽ റിയാലിറ്റി, അതിൻ്റെ ഇടയിൽ മെൻ്റൽ ബ്രിഡ്ജ്, ഇതിലൂടെയാണ് എല്ലാം സംഭവിക്കുന്നത് എന്നൊരു കാര്യം ബോധ്യപ്പെട്ടാൽ ഈ ഒരൊറ്റ അറിവ് മതി ആളുടെ ജീവിതം മാറാൻ. മതിയോ ഇസ്മായിലെ? ശരിക്കും പറയാം, ഇത് പോരെ. പ്രശ്നം എന്താ? നമുക്ക് മറന്നു പോണതാണ് പ്രശ്നം. കാരണം ഈ അറിവ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കെന്നെ തോന്നും, എടാ മോനെ ഇത് മതി കേട്ടോ, ഇതൊരു മാരക അറിവാണല്ലോ, മാരക വിസ്റ്റമാണല്ലോ, ഇതിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. തേനീച്ചക്കറിയാത്ത, ഉറുമ്പിനറിയാത്ത, കുറേ കൃമികീടങ്ങളായിട്ടുള്ള മനുഷ്യർക്കും അറിയാത്ത, എന്നെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും അറിയാത്ത ഒരു സാധനമാണല്ലോ. ഞാൻ വളരെ സംഭവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരിൽ ഇതാണ് സംഭവിക്കുന്നത് അവർക്ക് പോലും അറിയാത്തൊരു സംഭവം. മനസ്സിലായി? ഇപ്പം ചില ആൾക്കാർ ചോദിക്കലുണ്ട്, ചില ആൾക്കാരെ കാണിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഇത് പഠിച്ചിട്ടാണെന്ന്. ഇത് പഠിക്കാതെ അവരിൽ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതാണ് അവരിൽ സംഭവിക്കണതെന്ന് എങ്ങാനും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് എത്രത്തോളം വളരാൻ പറ്റുമായിരുന്നു, ഇതിന് എത്ര ടൈംസ് പോകാൻ പറ്റുമായിരുന്നു എന്നുള്ള. അപ്പോൾ ഈ രൂപേണ ഈ അറിവ് കളയാതെ, ഇപ്പോൾ കിട്ടിയ വിസ്ഡം കളയാതെ ഇങ്ങനെ നമ്മൾ ആസ്വദിക്കണം. അതെങ്ങനെ ആസ്വദിക്കാം? ഈ കിട്ടിയില്ല, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനൊരു റിയാലിറ്റി ആണെന്ന് പറയുമ്പം, അപ്പം ദൈവം കാരുണ്യവാനാണ് എന്ന് പറയുന്ന വചനത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാവലാണത്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ പലയിടത്തും എന്താ അങ്ങനെ ആയത്, എന്താ ഇങ്ങനെ ആയത് വയ്ക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള കാരുണ്യം എന്നതിൻ്റെ തല നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ദൈവം കാരുണ്യവാനാണ് എന്നതിൻ്റെ ഈ ചെറിയൊരു സംഭവം കിട്ടിയിട്ട് നമ്മൾ അതിങ്ങനെ ആസ്വദിച്ച് കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ, കളയാതെ കൊണ്ട് നടക്കുക പറഞ്ഞാൽ, ദൈവം കാരുണ്യവാനാ, തെന്നിപ്പോരുതേ ഇതിൻ്റെ തലേന്ന് പോരുതേ, ഇത് അവിടെ തന്നെ അങ്ങനെ നിൽക്കണേ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിന് കൂടുതൽ റീസണിങ്സ് കണ്ടെത്താം, കൂടുതൽ റീസണിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ഇതുപോലെ വേറെ എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ഈ വിസ്ഡത്തിനെ വാലിഡേറ്റ് ചെയ്യണം. ഇതിൽ അങ്ങനെ അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നോക്കുമ്പോൾ ആ ഒരു അമ്മൂമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുക, അമ്മൂമ്മ കഷ്ടപ്പെട്ട് നിൽക്കുന്നു, അമ്മൂമ്മയെ കഷ്ടപ്പെടുത്താണോ ദൈവം? നോക്കുമ്പോഴേക്കും അറിയാണ്ട് ഒരാൾ വന്നിട്ട്
ആ അമ്മൂമ്മയെ എങ്ങോട്ടാ പോകണ്ടേ, അപ്പോൾ ഇങ്ങോട്ടാ മോനെ എന്ന് പറയുമ്പോൾ എന്നാൽ വാ അമ്മൂമ്മയെന്ന് അറിഞ്ഞുകൊണ്ടുമ്പോൾ ആ ആൾ നേരത്തെ ക്രോസ് ചെയ്യാൻ നോക്കിയിട്ട് 2 തവണ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം വണ്ടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ 2 വണ്ടി വരുന്ന അയാൾ ക്രോസ് ചെയ്യാൻ പറ്റാണ്ട് സ്റ്റക്കായി നിന്നത് ഇവിടെ ഈ അമ്മൂമ്മ വരാനുണ്ടായിരുന്നു. ഈ അമ്മൂമ്മനെ കൂടി കൂട്ടി ക്രോസ് ചെയ്യിപ്പിക്കുന്നത് എമ്മാതിരി ടൈമിങ്, അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളാലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിരീക്ഷിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഓണാക്കിയിരിക്കുന്ന സംരക്ഷിക്കേണ്ട വിസ്ഡം, ദൈവം കാരുണ്യവാനാണ്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ മാത്രമേ കാരുണ്യവാനായിട്ടുള്ള ദൈവത്തെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ, പറ്റുള്ളൂ. എന്നാൽ നമുക്കുള്ളിൽ ദൈവം കാരുണ്യവാനല്ല എന്നാണെങ്കിൽ 2 തവണ ക്രോസ് ചെയ്യാൻ നോക്കുന്ന ചേട്ടൻ, പക്ഷേ 2 തവണയും വണ്ടി വന്നിട്ട് അയാൾ സ്റ്റക്കായി നിൽക്കുക. എന്താ അല്ലേ, പാവം മനുഷ്യൻ, അയാൾക്ക് നേരത്തെ പോകാണ്ടല്ലേ, ഇതിങ്ങനെ വണ്ടി പെട്ടെന്ന് ഇയാളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് 2 വണ്ടി സെറ്റ്, ദൈവം ഇയാളോട് കാരുണ്യം കാണിക്കില്ല, നമ്മളെ പാട്ടിന് പോകും. അതിന് ശേഷമായിരിക്കും അമ്മൂമ്മൻ്റെ എൻട്രി. പിക്ചർ അഭി ബാക്കി എന്നതിൻ്റെ ബാക്കി നമ്മൾ കണ്ടിട്ടില്ല. പലതും അങ്ങനെയാണ്, തുടക്കം മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ. ചില ആൾക്കാർക്ക് അബദ്ധങ്ങൾ പറ്റുന്നു, മിസ്റ്റേക്കുകൾ പറ്റുന്നു. വഴികേടിലായവനെയും വഴി കാട്ടുന്നവനത്രേ അവൻ. അപ്പോൾ വഴികേടിലാവണ വരെ നമ്മൾ കണ്ടിട്ട് ഓനൊക്കെ തെറിച്ചു എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും. ഓനാ തെറിച്ച് വീണതെന്നായിരിക്കും രക്ഷപ്പെടുന്നത്, അതിന്നായിരിക്കും അവൻ രക്ഷപ്പെടുന്നത്. ആ വഴികേടിലായവനെ കണ്ട് അവൻ തെറിച്ചു പോയി എന്ന് പറഞ്ഞത് കൂടിയിട്ട് അവിടെ ഒരു എക്സ്ചേഞ്ച് ആയിരിക്കും ദൈവം ഉദ്ദേശിച്ചത്. ഒന്നുമല്ലാത്തവനെ നോക്കിയിട്ട് ഒന്നുമല്ല എന്ന് നീ അഹങ്കാരത്തോടുകൂടി പറഞ്ഞതോടുകൂടിയിട്ട് അവനെ നന്നാക്കണമായിരുന്നു. നിൻ്റെ നന്മകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അതിങ്ങോട്ട് വാങ്ങിച്ചു പോയിക്കോ. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നു, ആരാണോ ഇവനിങ്ങനെ തെന്നി വീഴുമ്പം ഇവനെപ്പറ്റി ബാഡ് കമൻറ്റ് ചെയ്യണത്, അവരുടെ നന്മകളൊക്കെ ഇവൻ്റെ അതൊക്കെ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓഫറായിരുന്നു, ഏറ്റവും നല്ല അവസരമായിരുന്നു. ഇങ്ങനെ മനസ്സിലാക്കുമ്പം ഇവനെന്താ തോന്നുന്നത്, ആ വീണവൻ എന്താ തോന്നുന്നത്, വീണത് നന്നായി, ആ വീഴ്ചയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ വഴികേടിലായവനെയും വഴി നടത്തുന്നവൻ അത്ര അവൻ. അപ്പോൾ എല്ലാത്തിനും പിറകിലും ഇത്തരം ഒരു ബ്രില്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഈ അറിവെടുത്തിട്ട് പുറത്തിറക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാരുണ്യവാൻ്റെ കാരുണ്യം അറിയുക എന്നത് ലക്ഷ്യമാക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും കാണുമ്പം ഈ ഫ്ലെയിം ഇങ്ങനെ ജ്വാല കൂടും, ഇങ്ങനെ കൂടും. അപ്പോൾ നമുക്കിത് സംരക്ഷിക്കാമെന്നുള്ളൊരു വിഷയമല്ല. കാരണം എന്താ, ഈ എന്താണോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ സത്യം മാത്രമേ നമ്മൾ പുറത്ത് തേടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളത് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇത് സംരക്ഷിച്ച് ഇതിൻ്റെ ആസ്വാദന തലത്തിൽ ഇതിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലേക്ക് എത്ര വലിയ അശുഭകരമായിട്ടുള്ള വാർത്തകൾ വന്നാലും അനുഭവങ്ങൾ വന്നാലും അയാളുടെ പോളിസി എന്തായിരിക്കും, വെയിറ്റ് പിക്ചർ അഭി ബാക്കി ഹേ, വെയിറ്റ് ആയിട്ടില്ല, ഇതെങ്ങനെ എൻ്റെ ആണെന്ന് നോക്കട്ടെ. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക അതെന്താ ഇത്ര ആയിട്ട് നീ പഠിച്ചില്ലേ, നോ വെയിറ്റ്. കാരണം ഇതുവരെ ഞാൻ കണ്ടതിൽ ദൈവം ഇങ്ങനെ ഇടപെടണം, ഇതിലെങ്ങനെയായിരിക്കും ദൈവം ഇടപെടാമെന്ന് എനിക്കൊന്ന് അറിയണം, ഇതിൻ്റെ ബാക്കി എങ്ങനെയായിരിക്കും എനിക്കൊന്ന് അറിയണം. ചില ആൾക്കാർ നേരത്തെ ക്വിറ്റ് ചെയ്ത് പോകും, നേരത്തെ കൺക്ലൂഡ് ചെയ്ത് പോകും. ഞാൻ പറയും, ഒരു വിഷയവും ഈ പറഞ്ഞ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്ന് പറഞ്ഞാൽ ബ്ലെസ്ഡ് റീസണിലെത്താതെ എന്ത് ചെയ്യാതിരിക്കുക, ക്വിറ്റ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പോളിസിയിൽ പോകുന്നൊരു വിദ്വാൻ. ഇങ്ങനെ പോയി നോക്കിയിട്ട് അമ്മൂമ്മ വന്നിട്ടായിരിക്കും അവൻ റോഡ് ക്രോസ് ചെയ്യുക. ആ പോളിസി വർക്കൗട്ട് ആവുമെന്ന് കരുതിയിട്ട് ഇന്ന് പാളയം ബസ് സ്റ്റാൻഡിന് സൈഡിൽ ഇങ്ങനെ പോയി നിന്നിട്ട് ആ ചേട്ടന് ക്രോസ് ചെയ്യാൻ പറ്റില്ലല്ലോ, സോറി അമ്മൂമ്മ വന്നു, അമ്മൂമ്മ ഇങ്ങനെ വെക്കാം, അമ്മൂമ്മ മാത്രമേ ഉള്ളല്ലോ, ചേട്ടൻ എവിടെ പോയി, ടൈമിങ് മിസ്സായി പോയോ, ചേട്ടൻ കഴിഞ്ഞിട്ടല്ലേ അമ്മൂമ്മ വരേണ്ടത്, അമ്മൂമ്മ കുറേ നേരം അമ്മൂമ്മ ഇങ്ങനെ കിടന്ന് വേർക്കുണ്ടായിരിക്കും, നീയാ പോയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കേണ്ട ആൾ. വെളിച്ചത്തിൻ്റെ ആളോടെ ഞാൻ വാലിഡേറ്റ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ആ റൂമിൽ പറഞ്ഞത് നല്ലോ നോക്കി, ചിലപ്പോൾ നീ ആയിരിക്കും വെളിച്ചം. പോയിന്റ് മനസ്സിലായില്ലേ, ആരെങ്കിലും വരാൻ കാത്തിക്കാതെ നിനക്കല്ലേ ഇങ്ങനെ ഒരാൾ വരുന്നുള്ള ബ്രില്യൻസ് ഉള്ളത്, ആൾ നീയായി തുടങ്ങുക. ഞാനിങ്ങനെ നോക്കിക്കട്ടെ, പൊരെങ്ങനെ കത്താ, ദൈവത്തിൻ്റെ മഴ എങ്ങനെ വർഷിക്കും നോക്കിക്കട്ടെ. കാര്യമുണ്ടോ? നോ. ചില ആൾക്കാർ ഇങ്ങനത്തെ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇടപെട്ട് ആക്ഷൻ എടുക്കേണ്ടടുത്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകലായിരിക്കും ഡിവൈൻ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ. അതുകൂടി ചേർത്ത് വായിക്കണം നമ്മൾ. എനിവേ, അപ്പം ഈ രൂപേണ നോൺ ഫിസിക്കൽ റിയാലിറ്റിക്ക് ഇടയിലുള്ള മെൻ്റൽ ബ്രിഡ്ജ്, ഈ മെൻ്റൽ റെലിമിനെ ശരിയായ രൂപത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നോക്കിയേ, നമുക്കില്ലാത്തത് എന്തൊക്കെയാണോ അതൊക്കെ ഫിസിക്കൽ ഫോമിൽ ഇല്ലാന്നുള്ളൂ, നമുക്ക് ഇല്ലാത്തതൊക്കെ എനർജി ഫോമിലൂടെ നിറഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റണം? എൻ്റെ സന്തോഷം എനർജി ഫോമിൽ ചുറ്റുമുണ്ട്, എൻ്റെ സന്തോഷം എനർജി ഫോമിൽ ഇവിടെ ചുറ്റുമുണ്ട്. ആസ് യു ബ്രീത്ത് ഇൻ നമുക്ക് ഫീൽ ചെയ്യേണ്ടത് എന്താ, ഈ ഊർജ്ജം, ഈ പരിസരത്ത് ഈ ഊർജ്ജം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? എബണ്ടൻസ് ആണ്. എബണ്ടൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന എബണ്ടൻസ് മുഴുവനും നോൺ ഫിസിക്കൽ ഫോമിൽ എനർജി ഫോമിലായിരുന്നു.
ആ എനർജി ഈ ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്തതാണ്, മാറ്റിയതാണ്. അപ്പം എനർജി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒന്നെങ്കിൽ എബണ്ടൻസിൻ്റെ എനർജിയെ നമുക്ക് എന്താക്കാം, ദാരിദ്ര്യത്തിൻ്റെ പോവേർട്ടിയുടെ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പോവേർട്ടി എന്ന ഫോമിൽ നിൽക്കുന്ന സ്റ്റേറ്റിൽ നമുക്ക് എബണ്ടൻസിലേക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്തിരിക്കാം. അപ്പോൾ എനർജി ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഊർജത്തെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഒരാളുടെ ജീവിതം മാറുക എന്ന് പറഞ്ഞാൽ അയാളുടെ എനർജിയെ എന്താക്കാണ്, ട്രാൻസ്ഫോം ചെയ്യാണ്. ഇപ്പോഴത്തെ ഫിസിക്കൽ ഫോം എന്താണോ ആ ഫോമിനെ വേറെ ഒരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ എനർജിയെ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ എനർജിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ യു ക്യാൻ ചേഞ്ച് എനിത്തിങ്. അപ്പോൾ 2 പോയിൻ്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത വരട്ടെ. ഇനി അടുത്തതില്ല, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇന്ന് കുറേ ഐ ഓപ്പണിങ് കിട്ടി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുറേ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും കുറേ പോരട്ടെ എന്നുള്ള ചിന്തയിലായിരിക്കും. എന്നിട്ട് എന്തായിരിക്കും, ഗൈഡ് ടോക്കിൽ വന്നാൽ ഐ ഓപ്പണിങ്. ഓരോ ആഴ്ച എന്തോരം വിസ്ഡംസ് ആ ഗൈഡ് പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്നിട്ട് ഇത് മൊത്തം ഒരു പുസ്തകമാക്കാനുള്ള സാധ്യത ഇങ്ങനെ അട്ടിക്ക് നിൽക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഗുണം എന്താ, അറിയാത്ത ആൾക്കാർക്കൊക്കെ ഒന്നാമത്തെ വിസ്ഡം നോക്കിക്കോ, രണ്ടാമത്തെ വിസ്ഡം നോക്കി, ഇതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഷെയർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇത് നമ്മൾ എക്സ്പീരിയൻഷ്യൽ ലെവലിൽ എക്സ്പ്ലോർ ചെയ്യണം. അതിലാണ് കാര്യം. അപ്പോൾ നിങ്ങളുടെ സർവ്വ പരാതികൾക്കും ഉള്ള പരിഹാരം എന്ന് പറയുന്നത് നോൺ ഫിസിക്കൽ ഫോമിലുണ്ട്. പരിഹാരം ഇല്ല എന്നുള്ളതല്ല, പരിഹാരമായ ദൈവം എനർജിയാണ്. ആ എനർജിയാണ് ഇവിടെ എല്ലാം. നിങ്ങളെ കണ്ട നാളത്തോളം അടുത്തിട്ടുണ്ട്. പരിഹാരം തരാൻ പറ്റുന്ന ഒറ്റയടിക്ക് റെഡി എന്ന് പറഞ്ഞാൽ റെഡി ആവുള്ള എനർജി അങ്ങനെ നിൽക്കുന്നുണ്ട്. അത്രത്തോളം പരിഹാരം നമ്മുടെ അടുത്താണ്. പരിഹാരം അത്രത്തോളം നമ്മൾ അടുത്തുണ്ടായിട്ടും നമ്മൾ മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കുന്നത് പ്രശ്നങ്ങളായതുകൊണ്ട് പരിഹാരത്തെ നമ്മൾ പരിഹാസത്തോടു കൂടിയാണ് നോക്കുന്നത്. എന്താ പരിഹാസത്തോടു കൂടി നോക്കാന്ന് പറഞ്ഞാൽ, തൊട്ടടുത്ത് നിൻ്റെ പ്രശ്നം 50,000 രൂപയുടെ പ്രശ്നം, നിൻ്റെ അടുത്ത് 5,000 കോടിയും കൊണ്ട് ഒരാളിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ 50,000 കട എപ്പോഴായിരിക്കും തീരോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തൊട്ടടുത്ത് 5,000 കോടിയായിട്ട് നിൽക്കുന്ന ആളെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. അല്ലെ, ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ 50,000ൻ്റെ കട എപ്പോഴായിരിക്കും തീരാ. ഇങ്ങനെ പറയുമ്പം നമ്മൾ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് അബണ്ടൻസ് ആണ്. ഈ വേൾഡ് അബണ്ടൻസ് ആണ്. നിങ്ങൾ ഓരോ സെക്കൻഡിലും ഐ ആം ലാക്കിങ്, ഐ ഡോണ്ട് ഹാവ് ഇറ്റ്, ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ ചുറ്റിലുള്ള അബണ്ടൻസ് എനർജിയോട് ഒന്ന് മാറിയിട്ട് ദാരിദ്ര്യമായിട്ട് വരുമോ പ്ലീസ് എന്ന് പറയാം. അപ്പോൾ എനർജി ഇങ്ങനെ ഓക്കെ, എന്നാൽ പിന്നെ ദാരിദ്ര്യമായിട്ട് ഞാൻ മാറി വരാം, ഒന്ന് സമയം എടുക്കട്ടെ, ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ, 1 മിനിറ്റ് എന്നറിയത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഓരോ ശ്വാസത്തിലൂടെയും അതാ വിട്ടുകൊണ്ടിരിക്കുന്നത്. യു ആർ എക്സ്ചേഞ്ചിങ് എനർജി. അപ്പം നിങ്ങളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യം തന്നെ കൂടുതൽ പോന്നോട്ടെ. അപ്പം ദാരിദ്ര്യം ഇങ്ങനെ മാറിയിട്ട് ഫോം മാറി ദാരിദ്ര്യത്തിൻ്റെ ഓരോ രൂപങ്ങൾ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈവൻ നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങളുടെ എയർ കൊണ്ട് പോലും, എനർജി പ്രസൻസിലെ എയർ കൊണ്ട് പോലും യു ആർ ഇമ്പാക്റ്റിംഗ് യുവർ സറൗണ്ടിങ്സ്. ബട്ടർഫ്ലൈ ഇഫക്റ്റ് അറിയില്ലേ അല്ലേ? നിങ്ങളൊരു ശ്വാസം കൊണ്ട് ഒരു ഉറുമ്പിൻ്റെ ജീവിതം മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു തോട്ടും നിങ്ങളുടെ ഒരു ശ്വാസവും, ഈ 2 സംഭവങ്ങളെ കൊണ്ട് നിങ്ങൾ ഈ സറൗണ്ടിങ്സിനെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശ്വാസത്തെ പറ്റിയിട്ട് ബ്രീത്തിനെ പറ്റി പഠിച്ചിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ശ്വാസം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. നമ്മുടെ പുറത്തെ ലോകവും നമ്മുടെ അകത്തെ ലോകവും തമ്മിൽ നമ്മുടെ ആത്മാവും പ്രാണൻ്റെ നിലനിൽപ്പാണല്ലോ ശ്വാസം തന്നെ. ശ്വാസം നിലച്ചൊക്കെ പോയി, അപ്പോൾ ശ്വാസം അത്രയും പ്രാധാന്യമുള്ള. അപ്പോൾ നമ്മളെ പ്രാണനുമായിട്ട്, നമ്മുടെ പ്രാണാംശവുമായിട്ട് എപ്പോഴും, പ്രാണാംശവും പ്രപഞ്ചത്തിൻ്റെ മനസ്സും എന്ന് പറയാം, ഇത് തമ്മിൽ എപ്പോഴും ഇങ്ങനെ കണക്ഷൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ചാനലാണ് നമ്മുടെ ബ്രീത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം മനസ്സിൻ്റെ അവസ്ഥ മാറുന്നതിനനുസരിച്ച് ശ്വാസത്തിൻ്റെ അവസ്ഥയും മാറൂലേ അല്ലേ? നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാൾ, നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾ ശ്വാസം എങ്ങനെ ആയിരിക്കും? നിങ്ങളൊന്ന് ഇങ്ങനെ ആസ്വദിച്ച് ശ്വാസം എടുത്തിട്ട് ടെൻഷൻ അടിക്കാൻ നോക്കിയാൽ നടക്കൂല, പോസിബിൾ അല്ല. ഇങ്ങനെ ആസ്വദിച്ചിട്ട് അമേരിക്ക എൻ്റെ ദാരിദ്ര്യം എന്തോ ഒരു പ്രശ്നം, അത് വരൂല. ഇറ്റ് വോണ്ട് വർക്ക്. നിങ്ങൾ കഷ്ടത്തിൻ്റെയും കുഷ്ഠത്തിൻ്റെയും ചിന്തകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ശ്വാസം എന്ത് ചെയ്യും, പതിയെ ഇങ്ങനെ പോവും. മനസ്സിലായോ? ശ്വാസത്തെ പിടിച്ചാൽ നിങ്ങളുടെ ജീവാംശത്തെ, നിങ്ങളുടെ ബോധത്തെ ഒക്കെ പിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മെഡിറ്റേഷനിലൊക്കെ കൂടുതൽ ശ്വാസം ഇങ്ങനെ കേന്ദ്രീകരിക്കാൻ പറയുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ
രാവിലെ തന്നെ പോയോ? എന്തിന്? മറ്റേ പരിപാടിക്ക്. ഏത് പരിപാടി? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എന്നാ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ദ ഫാക്ട് ഈസ് നമ്മളെ ബ്രീത്ത് ബ്രിഡ്ജാണ്. അപ്പം ഈ ബ്രീത്തിൽ പോലും ആക്ച്വലി നമ്മുടെ സ്റ്റേറ്റ് മാറ്റാനുള്ള സീക്രട്ട് ഉണ്ട്, നമ്മൾ അറിയുന്നില്ല. ഈ ബ്രീത്തിലുണ്ട് ആക്ച്വലി നമ്മളെ സ്റ്റേറ്റ് മാറ്റാനുള്ള സീക്രട്ട് എന്ന് പറയാം. ഒരാളിങ്ങനെ സംസാരിക്കാം, ആ സംസാരം ഇങ്ങനെ കേട്ട് അവനിങ്ങനെ പറയാണ്, മോനെ സേഫോ, ഈ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കിട്ടൽ കുറച്ച് പ്രയാസമാണ്. ഞാൻ രാവിലെ GTക്ക് ഒരു ടോപ്പിക്ക് വെച്ചപ്പോൾ എഴുതി കൊണ്ടുവന്ന് കാണിച്ചു നിൽക്കാം, ഗൈഡഡ് മാരേജിനുള്ള ടിപ്സ് എന്ന്. രണ്ടാൾ പ്ലാൻ ആക്കിയാൽ മുന്നിൽ വന്നിരുന്നപ്പോൾ എനിക്ക് തോന്നി എന്തോ കാര്യമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ സേഫ് ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണെന്ത്, എനിക്ക് നല്ലൊരു തരുളി മണിയായിട്ടുള്ള സഹധർമ്മിണിയെ എന്തായാലും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന്. ആ സാദിക്കുണ്ട്, സാദിക്കിൻ്റെ ആഗ്രഹം ഇത്ര ആവശ്യത്തോടു കൂടി സേഫ് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമെങ്കിൽ സാദിക്കിൻ്റെ ചെലവിൽ എന്തോ ഗോളടിക്കാനല്ലേ. അപ്പോൾ ഏതായാലും ഇതാണ് സൈഫുവിൻ്റെ ആഗ്രഹം. അപ്പോൾ സൈഫുവിൻ്റെ ആഗ്രഹം ഇങ്ങനെ ആയിട്ടിരിക്കെ എന്ത് ചെയ്യാണ്, അനുഭവസ്ഥരായിട്ടുള്ള ചില ആൾക്കാർ, പേരൊന്നും ഞാൻ പറയത്തില്ല, അവർ സൈഫിനോട് പറയാം, മോനെ വൈകുന്തോറും നല്ല അപ്ഡേറ്റഡ് മോഡൽ കിട്ടും, തിരക്കൊന്നും കൂട്ടണ്ട, പിന്നീട് നിരാശ ഉണ്ടാവും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുക സൈഫു. ഇങ്ങനെ കേട്ട് വരുമ്പോഴത്തേക്ക് സൈഫുവിൻ്റെ പ്രതീക്ഷകളൊക്കെ നശിക്കുക. ആ ചിന്തകൾ സ്വാധീനിച്ചിട്ട് അപ്പം ഇപ്പം ഒന്നും വേണ്ടല്ലേ, കുറച്ചുകൂടി പണിയുള്ള പരിപാടിയല്ലേ ഇത്, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ലേ. ഇങ്ങനെ സൈഫുവിൻ്റെ ഭാവം ഇങ്ങനെ മാറി വരുമ്പം നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയേ, സൈഫുവിൻ്റെ ശ്വാസത്തിലും മാറ്റം വരും. സൈഫു ഇങ്ങനെ ശ്വാസം കിട്ടാണ്ട് സ്റ്റക്കാണ് പോലെ, എൻ്റെ സ്വപ്നങ്ങളൊക്കെ തച്ചുടച്ച പോലെ, എനിക്കൊന്ന് ഉറക്ക ശ്വാസം വലിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു ദീർഘശ്വാസം വലിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന അവസ്ഥയിലേക്ക് ശ്വാസം മാറും. ഇതെങ്ങനെ ശ്വാസം അതിനനുസരിച്ച് മാറുന്നേ, മനസ്സിലായോ? അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ആസ് വി മിറർ ദ ഇമോഷൻസ്. മറ്റൊരാൾ നമ്മളിലേക്ക് തരുന്ന ഇമോഷൻസ് നമ്മൾ മിറർ ചെയ്യുമ്പം നമ്മുടെ ശ്വാസത്തിൽ പോലും എന്തുണ്ടാകുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ അവസ്ഥയിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കാനുള്ള വഴി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അയാളുടെ ശ്വാസത്തിൻ്റെ റേറ്റിൽ മാറ്റം ഉണ്ടാക്കിയാൽ മതി. അപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരാൾക്ക് പെട്ടെന്ന് അവരെ ഇൻറ്റേർണൽ സ്റ്റേറ്റ് മാറ്റാൻ പറ്റും നോക്കിയാൽ, നമ്മളെ സംസാരത്തിലും നമ്മളെ ഇടപെടലിലും അവരുടെ ശ്വാസത്തിൽ റേറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു ആർ എൻ ഹിപ്നോട്ടിസ്റ്റ്. ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ കപ്പബിലിറ്റിയാണ് ദേ ക്യാൻ മാനേജ് ആൻഡ് മോണിറ്റർ ആൻഡ് ഡിറക്റ്റ് ദ ബ്രീത്ത് റേറ്റ് ഓഫ് അതർ പേഴ്സൺ എന്നുള്ളതാണ്. ഇത് ഓൾറെഡി എല്ലാവർക്കും ഉണ്ട്. ഒരു ഉമ്മ കുഞ്ഞ് കരയുന്ന സമയത്ത് ആ കുഞ്ഞിനെ കാമാക്കുന്നില്ലേ, ആ കാമാക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ശ്വാസത്തെ കൂടിയാണ് മാറ്റുന്നത്, ശരിയല്ലേ? കുഞ്ഞിങ്ങനെ എന്ന് പറയും, ഇങ്ങനെ കരുന്ന സമയത്ത് ഒന്നുമില്ല വാവേ, എന്തേ വാവേ എന്ന് പറയും, ഇങ്ങനെ ആക്കിക്കൊണ്ടുവരുമ്പോൾ ഒരു ഹിപ്നോട്ടിസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അതല്ല കൂടി ഒന്നുമില്ല വാവേ ഇങ്ങനെ ടച്ച് ചെയ്ത് ആ കുട്ടി നൈസ്, ഗോട്ട് ഇറ്റ്. സോ ദാറ്റ് മച്ച് സീക്രട്ട് ഈസ് ദർ. ഇത് ഇപ്പോൾ കുട്ടിയുടെ കാര്യത്തിലും സൈഫുവിൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിലും മാത്രമല്ല, ഈ വിസ്ഡത്തെ നിങ്ങൾ നിരീക്ഷിക്കണം. നിരീക്ഷിച്ചിട്ട് ഇത് എവിടെയൊക്കെ ഉണ്ട്, എവിടെയൊക്കെ സംഭവിക്കുന്നു മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്നിടത്ത് ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കുന്നിടത്തോ, ഒരു കുട്ടിയെ ശൈശവ വിവാഹത്തിന് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നിടത്തോ മാത്രമല്ല ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. കാര്യമായിട്ട് പറഞ്ഞാണ്. ഓക്കെ, അതിനപ്പുറത്തേക്ക് നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും, ഏറ്റവും വലിയ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും, ഏറ്റവും വലിയ മാർക്കറ്റിലാണെങ്കിൽ പോലും, ഏത് മേഖലകളിലാണെങ്കിലും ഈ സീക്രട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങളൊരു ഇൻ്റർവ്യൂ ബോർഡിലാണെങ്കിൽ പോലും ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാരുടെ തുളച്ച് കയറുന്ന ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ശ്വാസത്തിലാണ് മാറ്റം വരുന്നത്, അല്ലേ? നമ്മളെ ശ്വാസത്തിൽ ആ ചോദ്യം സ്റ്റക്കായിപ്പോയി, അപ്പോൾ അതിന് ശ്വാസം കിട്ടാത്ത പോലെ, അപ്പോൾ നമ്മളിങ്ങനെ വിയർക്കാനൊക്കെ തുടങ്ങും. കാരണം എപ്പോഴാണ് വിയർക്കുന്നത്? ബ്രീത്ത് റേറ്റ് മാറുമ്പോഴാണ്, അല്ലേ? പ്രകടമായിക്കൊണ്ടിരിക്കുന്ന സംഭവം കിട്ടുന്നില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന സമയത്ത് അവരെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭയങ്കര കാമായിട്ട് വളരെ പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ട്, മറ്റേ സലീം കുമാർ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ആ പച്ച ബട്ടൺ അത് അമർത്തരുത് എന്ന രീതിയിൽ നമ്മൾ ആ വളരെ കാമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾക്ക് എന്താ തോന്നുക, ഇവനോട് ചോദ്യം അങ്ങോട്ട് വരൂല. ഇൻ ദ സെൻസ് അങ്ങനെ തുളച്ച് കയറ്റാനുള്ള ചോദ്യങ്ങളൊക്കെ മാറിയിട്ട് വളരെ കാമായിട്ട് ഇവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സുഖം. അപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾ മറ്റേ സാധനമൊക്കെ അല്ലേ, ഇൻട്രൊഡ്യൂസ് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്നപ്പോഴത്തേക്ക് കുറച്ചൊരു റിസ്ക് ഉള്ള വർക്കായിരിക്കും, മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഓ അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും സാർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കിങ്ങനെ പെട്ടെന്ന് ചോദ്യങ്ങൾ ഇങ്ങനെ പമ്പ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ അപ്പുറത്ത് നിന്നിട്ട് ദേഷ്യം പിടിക്കുക, ഇനി എങ്ങാനും മേലാൽ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് ഈ കുട്ടിക്കാലത്ത് വന്നാൽ
മര്യാദിച്ച് പഠിച്ച് വല്ല ജോലിയും ഉണ്ടാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറയുന്ന സമയത്ത് ഉമ്മയോട് ഇങ്ങനെ, ആ ഉമ്മ ഞാനെന്നാൽ ഉമ്മ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. ഉമ്മക്ക് ഗ്യാപ്പ് ഇട്ടാൽ ഇങ്ങനെ, അതായത് ഇങ്ങനെ ഉമ്മ ഇങ്ങനെ പൊട്ടി നിൽക്കായിരിക്കും. അപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അല്ലേ ഞാൻ ചെയ്യുള്ളൂ, എനിക്ക് തിടുക്കൊന്നുമില്ല. ഉമ്മ തിടുക്കത്തിലായിരിക്കും അടുത്തത് പൊട്ടിക്കാൻ. പക്ഷേ റിത്തം മിസ്സായോ, മറ്റാൾ പറഞ്ഞാൽ ഫ്ലോ പോയോ, ക്ലിയർ ആയല്ലേ? എന്നാൽ അതിനപ്പുറത്തേക്ക് പൊതുവെ എന്താ സംഭവിക്കുക, ഉമ്മ അവിടുന്ന് ഇനി കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് വന്നാൽ അപ്പോൾ പുറത്തുനിന്ന് അത് നേരെ ശ്വാസത്തിൽ സ്വാധീനിച്ച് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് സേഫ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, എന്നാലും നിങ്ങൾക്ക് ഞാൻ കെട്ടില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാനൊരു ആൺതരി മാത്രമേ ഉള്ളൂ, എനിക്കിതിനൊരു ഫ്രീഡം അവിടെ ഇല്ലേ എന്ന് പറയുമ്പം ഉമ്മ പറയുന്ന അതേ റിത്തത്തിൽ നമ്മളെത്തിയില്ലേ? വി മിറേഡ്. രണ്ടാളുടെ ബ്രീത്ത് റേറ്റും സെയിം ആയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് ഉമ്മയും കരയും, ഇപ്പുറത്ത് പോയിട്ട് സേഫും ഈ ഗൈഡറ്റോക്ക് ഉമ്മനെ കാണിക്കരുത് മോനെ പ്ലീസ്. അപ്പം രണ്ട് പേര് രണ്ട് സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യും, കരഞ്ഞുകൊണ്ടിരിക്കും. അതേ അവിടെ സംഭവിക്കുള്ളൂ. കാരണം എന്താ, അവിടെ ബ്രീത്തും ഇമോഷനും മിറേഡ് ആയിട്ടിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ സറൗണ്ടിങ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഇമോഷൻസ് അതിലേക്ക് നമ്മൾ എപ്പോഴാണ് സ്വാധീനിക്കപ്പെടുന്നത് ചോദിച്ചാൽ നമ്മുടെ ബ്രീത്ത് കൂടി അതിലേക്കാവും. അപ്പം നമുക്ക് സഫക്കേറ്റിംഗ് ഫീലിംഗ് ഉണ്ടായിരിക്കും, നോട്ട് ഓക്കെ ഫീലിംഗ് ഉണ്ടായിരിക്കും. നമുക്ക് നോട്ട് ഓക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ചടഞ്ഞിരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ നോക്കിയോ, ഒരുമാതിരി ശ്വാസം കിട്ടാത്ത ആൾക്കാരെ പോലെ ആയിരിക്കും, ഓക്സിജൻ കിട്ടാത്ത ആൾക്കാരെ പോലെ ആയിരിക്കും. അപ്പോഴാണ് എന്ത് പറയുക, ഒന്ന് പുറത്ത് പോയിട്ട് നടന്ന് വരൂ, ഒന്ന് മൂവ് ചെയ്ത് വരൂ. ഈ ബ്രീത്ത് ഇങ്ങനെ സ്റ്റെക്കാവുമ്പോൾ നമ്മളെ ഓക്സിജൻ ഫ്ലോ പറഞ്ഞാൽ നമ്മളെ പ്രാണവായു അതിങ്ങനെ സ്റ്റെക്കായി കിടക്കായിരിക്കും നമ്മുടെ ശരീരത്തിൽ, സെറ്റിൽഡ് ആയിരിക്കും. അപ്പോൾ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിനാണ് ശരീരം ഒന്ന് ഇളക്കാൻ പറയുന്നത്. ഒന്ന് നടക്കുമ്പം ഒന്ന് മുഴുവനാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് ജമ്പ് ചെയ്യുമ്പം വി കോൾ ഇറ്റ് എസ് ബ്രേക്ക് ദ സ്റ്റേറ്റ്. ഇതാക്കുന്ന സമയത്ത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ്, ഇത് കൂടുതലായിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പം പുറത്തുള്ള സാഹചര്യത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളെ എനർജി ഫ്ലോ ഫുള്ളായി കഴിഞ്ഞാൽ നമ്മളെ എനർജി എന്ത് ചെയ്യാൻ തുടങ്ങും, പുറത്തേക്ക് സ്വാധീനിക്കാൻ വേണ്ടി തുടങ്ങുന്നതാണ്. ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് ബ്രീത്ത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണെന്ത്, അങ്ങനെയാണെങ്കിൽ എവിടേക്കാണ് ഈ ബ്രീത്തിൻ്റെ സീക്രട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക? എല്ലായിടത്തും. ഇപ്പം നിങ്ങൾ നോക്കിയേ, എൻ്റെ സംസാരത്തിൽ ഭാവവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് നിങ്ങൾക്കും ഭാവവ്യത്യാസം ഉണ്ടാകുന്നില്ലേ? നിങ്ങളുടെ ശ്വാസം മൊത്തം ഞാൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? ഞാനിങ്ങനെ പവറായി പോകുമ്പോൾ നിങ്ങളും പവറാവുന്നു, എൻ്റെ ടോൺ ഇങ്ങനെ മെല്ലെ ആകുമ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ സറൗണ്ടിങ്സും ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി വാട്ട്സ് ഹാപ്പനിങ്, ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ഈ സറൗണ്ടിങ്സിനെ മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ദിസ് ഹാപ്പൻസ് എവ്രിവെയർ. യു കനോട്ട് നോട്ട് ഇൻഫ്ലുവൻസ് എനി വൺ. നിങ്ങൾക്ക് ഒരാളെ സ്വാധീനിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ലോകം സദാസമയം ഇൻഫ്ലുവൻസിലാണ്. ആ ഇൻഫ്ലുവൻസിൻ്റെ സീക്രട്ട് കിടക്കുന്നത് എസ്പെഷ്യലി ഇൻ ദ ബ്രീത്തിലാണ്. അപ്പം മൈൻഡ് എനർജിയുടെയും അതുപോലെ തന്നെ ഫിസിക്കൽ ഫോമിൻ്റെയും ഇടയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രിഡ്ജ് ആണെങ്കിൽ ബ്രീത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ യൂണിവേഴ്സ്, ആ യൂണിവേഴ്സിലെ ഇമോഷൻസും കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. നമ്മുടെ ഓരോ സറൗണ്ടിങ്സും പൊസസ് ചെയ്യുന്ന എനർജി ഉണ്ടല്ലോ, ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞു ഇത് രണ്ടിലുള്ളത് ഒരു എനർജി തന്നെയാണ്. അതാ നമ്മൾ പറഞ്ഞ നോൺ ഫിസിക്കൽ ഫോമിലൊരു എനർജി, ജനറൽ എനർജി ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിലുള്ള എനർജി നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഇതിലുള്ള എനർജി പിടിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അത് വാരി ചെയ്യുന്നുണ്ടല്ലോ. ഈവൻ ഇതിൻ്റെ ഉള്ളിൽ രണ്ടിലുള്ള എനർജി സെയിം ആയിട്ട് പോലും ഇത് ഫോം എടുത്ത സമയത്ത് നമ്മൾ ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ. അതെന്തുകൊണ്ടാണ്? ഇതിന് കൊടുത്തിട്ടുള്ള ഫിസിക്കൽ ഫോമിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരാളുടെ മൈൻഡ് തോട്ടുണ്ട്. ഇത് ഫീൽ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിൽ ഫീൽ ചെയ്യണം, ഈ ഗ്ലാസ് ഫീൽ ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ ആ എനർജിക്ക് ഈ ഫോമിലേക്ക് വന്നപ്പം ഇതിൻ്റെക്ക് കണക്ട് ചെയ്ത മൈൻഡ് തീരുമാനിച്ചാണ് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഈ ഫീലിംഗ് കിട്ടണം, ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഈ ഫീലിംഗ് കിട്ടും. അത് ഓൾറെഡി മൈൻഡ് കൊണ്ട് സെറ്റ് ചെയ്താൽ. ഈ യൂണിവേഴ്സ് മൊത്തം സ്പിരിച്വലി പറഞ്ഞാൽ അബണ്ടൻസ് ആണ്. പക്ഷേ സ്പിരിച്വലി അത് അബണ്ടൻ്റ് ആണെങ്കിൽ കൂടി ആ ഇടത്തുള്ള ആളുകൾ ചിന്തിച്ചിട്ട് ഇത് ഇങ്ങനെ ആവണം എന്ന് തോട്ട്ഫുള്ളി ഇമോഷണലി സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ തോട്ട്ഫുള്ളി ഇമോഷണലി സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മളുണ്ടാകുമ്പം നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അതിൻ്റെ മാസ്റ്റർ സ്പിരിച്വൽ എനർജിയിൽ ഇവിടെ അബണ്ടൻസ് ആണ് എന്ന ട്രൂത്തിലെത്താം, അല്ലെങ്കിൽ ആ ട്രൂത്തിലെല്ലാം നമ്മൾ നിൽക്കണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കളക്റ്റീവ് എനർജി ഏതാണോ അത് നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുറേ, അതായത് ആരും കാണാൻ പാടില്ലാത്ത രഹസ്യമുറി ഉണ്ടായിരിക്കുമല്ലോ. ദാറ്റ് മീൻസ് പുറത്തേക്കൊന്നും വേസ്റ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വേസ്റ്റുകളൊക്കെ കൂമ്പാരമാക്കി വെക്കുന്ന ഒരു റൂം ഉണ്ടാവില്ല വീട്ടിൽ. കാരണം ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ല, പക്ഷേ ആരും കാണാനും പാടില്ല. സംബന്ധം എനിക്ക് വേണ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, അലക്കാത്തത് കൊണ്ട് മാത്രം ഉള്ളിൽ വെച്ചതാണ്, അലക്കി കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുവരാം. ഈ രീതിയിൽ ഇങ്ങനെ അലങ്കോലമാക്കി വെച്ചൊരു മുറി ഉണ്ടായിരിക്കുമല്ലോ. ഈ മുറിയിലേക്ക് എങ്ങാനും വല്ല കാരണവശാൽ, ഇപ്പം ഞാൻ നിങ്ങളെ വീട് വിസിറ്റ് ചെയ്യാൻ വന്ന് വിചാരിക്കുക, ഞാനിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ വീട്ടിലിങ്ങനെ കയറുമ്പോൾ അവിടെ എത്തുമ്പോൾ മാത്രം അവിടെ ഇരുന്നോളൂ
ഗൈഡ് ഇവിടേക്ക് പോകാൻ ഗൈഡ്, ഇവിടെ മാത്രമേ നിങ്ങളിങ്ങനെ തിരിഞ്ഞെടുക്കാൻ. എന്താ ഇതിൻ്റെ ഉള്ളിൽ കയറരുത് പ്ലീസ്, ഇപ്പം കയറി വന്ന എനർജിയൊക്കെ മിസ്സാവും ഈ ഭാർഗവി നിലയത്തിൽ കയറി കഴിഞ്ഞാൽ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു മുറി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി നിങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഐ ആം ബിക്കമിങ് സക്സസ്ഫുൾ, എൻ്റെ ബ്രീത്തിലേക്ക് കൊച്ചി എത്തിയെന്നാണ് തോന്നണേ, എന്തെങ്കിലും നടക്കോ? കാരണം എന്താ, ആ സ്ഥലത്തിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, ആ സ്ഥലം നിങ്ങളങ്ങനെ ആക്കി വെച്ചല്ലേ, ക്ലിയറല്ലേ? എന്നാൽ അവിടെയൊക്കെ ഒന്ന് നിങ്ങൾ വൃത്തിയാക്കി ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഫുള്ള് ഒരു എയർ ഫ്ലോ ഉള്ള ലൈറ്റൊക്കെ ഉള്ള കോലത്തിലൊക്കെ ആക്കിയിട്ട് ഫുള്ള് അതേ ഡ്രസ്സൊക്കെ തന്നെ ഒന്ന് അലക്കി വൃത്തിയാക്കി നല്ല എന്താ പറയുക സെൻറ്റൊക്കെ അവിടെ ആക്കിയതിന് ശേഷം നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ നിങ്ങൾ ഇതേപോലെ പോയിരുന്നിട്ട് ഐ ആം ബിക്കമിങ് ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഗ്രേറ്റ്നെസ് ഫീൽ ചെയ്യല്ലേ. അപ്പോൾ ആ സറൗണ്ടിങ്ങിൻ്റെ പ്രശ്നമില്ല, ആ സറൗണ്ടിങ്ങിൽ നിന്നും നിങ്ങൾക്ക് എന്ത് കിട്ടണം, നിങ്ങൾ ഇമോഷണലി തോട്ട്ഫുള്ളി നിങ്ങൾ എന്താക്കി വെച്ചാണ്, അങ്ങനെ ആക്കി വെച്ചാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പോൾ ഒരാൾ പറയാം എന്നൊന്നും സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നുണ്ട് ഞാൻ ഭയങ്കര ഗ്രേറ്റാന്ന് പറഞ്ഞാലും ചെറിയ രീതിയിലെങ്കിലും അവിടുത്തെ സ്മെല്ലും അവിടുത്തെ കോലൊക്കെ കാണുമ്പോൾ എന്നുള്ളൊരു സാധനം വരുമല്ലോ. എത്ര പറഞ്ഞാലും ഇതുപോലെയാണ് നമ്മളെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മളെ മൈൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ബ്രീത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ഇമോഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ്. ചിലർ പറയും ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നത്, പക്ഷേ ഒക്കെ അബണ്ടൻ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ കൂടി ആ ഇടത്തിൽ ആ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ. ഇപ്പോൾ ഒരാൾ പറയാം ഞാനൊന്നും നോക്കുന്നില്ല, ഇതിലുള്ളത് ഒരു എനർജി അല്ല, ഇതിലുള്ളൊരു എനർജി അല്ല, നിങ്ങൾക്ക് ഒരേ ഫീലിംഗ് അല്ലല്ലോ കിട്ടുന്നത്. കാരണം എന്താ, ഇതിലുള്ളത് എനർജി സെയിമാണ്, പക്ഷേ അതിൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇതിലേക്ക് ആ എനർജി എന്താക്കി വെച്ചിട്ടുണ്ട്, മെൻ്റലി ഒരാൾ പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ട് ഇറ്റ് ഈസ് ദർ. ഇങ്ങനെ ഒരു ഇടത്തെ മെൻ്റലി ആൻഡ് പ്ലാൻഫുള്ളി സെറ്റ് ചെയ്തിട്ട് ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് ആക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ അവിടെ പോകുമ്പോൾ നമുക്ക് അതേ എക്സ്പീരിയൻസ് തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു എനർജിയെയും സറൗണ്ടിങ്സിനെയും സെറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിന് പറഞ്ഞ പേരാണ് സ്ക്രിപ്റ്റിംഗ്. അവിടെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കഫേ അല്ലെങ്കിൽ വലിയൊരു ഹോട്ടൽ പ്ലാൻ ചെയ്യുമ്പോൾ അവർ പറയുകയാണ് ആളുകൾ ഇന്ന സ്റ്റേറ്റിലൂടെ കയറി വരുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു ഫീല് കിട്ടണം, അങ്ങനത്തെ ഫീല് കിട്ടാൻ അങ്ങനത്തെ ലൈറ്റ്, അങ്ങനത്തെ കളേഴ്സ്, അങ്ങനത്തെ ഗാഡ്ജറ്റ്സുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലൂടെ ഇങ്ങനെ കയറി വരണം. എന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലെത്തുമ്പം ആളുകൾക്ക് ഏകദേശം ഈ ഒരു ഫീലിംഗാണ് കിട്ടുന്നുണ്ട്. ഇതൊരു ആർക്കിടെക്റ്റ് അല്ലേ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആർക്കിടെക്റ്റ് ജസ്റ്റ് ഡിസൈൻ മാത്രമല്ല ചെയ്യണത്, എന്താണോ ആർക്കിടെക്റ്റ് പുറത്ത് ഡിസൈൻ ചെയ്യണത് ആ ഡിസൈനിങ്ങിനനുസരിച്ചിട്ട് വരുന്ന ആൾക്കാരുടെ ഉള്ളിൽ ആ ഫീലിംഗ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു മാസ് മെജോറിറ്റി ആൾക്കാർക്കും അതിലൂടെ കടന്നു പോകുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആവാണ്. വൈ ദേ ഹാവ് സെറ്റ് ദ സെനാരിയോ ഇൻ സച്ച് എ വേ. ഇങ്ങനെ അവർക്ക് ഉണ്ടാവാൻ പാടുള്ളൂ, ഫീലിംഗ് ഉണ്ടാവാൻ പാടുള്ളൂ. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉള്ള ആൾക്കാരാണെങ്കിൽ സൂപ്പർ മാർക്കറ്റുകാർക്ക് ജനറൽ ഒരു സ്ട്രാറ്റജി ഉണ്ട് മാർക്കറ്റിങ്ങിന് എന്നതുകൊണ്ട് കയറി വരുന്ന സമയത്ത് അതിനുള്ളിൽ ക്ലോക്കേ പാടില്ല, പറ്റുകയാണെങ്കിൽ റേഞ്ച് കൂടി കട്ടാക്കി കളയണം. കാരണം ആൾക്കാർ ഫോണിലും നോക്കാൻ പാടില്ല, സമയം നോക്കാൻ പാടില്ല, ഇങ്ങനെ പോകണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങും. എന്നിട്ടോ മറ്റേ നിലാവത്ത് അയച്ചിട്ട കോയിൻ്റെ മാതിരി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പോന്നോട്ടെ. കാരണം എന്താ, നമ്മൾ ടൈം കോൺഷ്യസ് അല്ല, ഫോൺ കോൺഷ്യസ് ആവാതിരിക്കുക. മിക്കവാറും അധികം സാധനം ഈ അണ്ടർഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും വരാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ റേഞ്ചും ഉണ്ടായിരിക്കില്ല. അപ്പോൾ എക്സാക്ട്ലി സെറ്റ് ചെയ്തിരിക്കുന്നു. കയറി കഴിഞ്ഞാൽ ഈ കോൺഷ്യസ്നെസ്സിൽ ഇങ്ങനെ ആയിരിക്കണം. ഒരു മെജോറിറ്റി ആൾക്കാർ അതിലൂടെ പോവാം, എല്ലാവരും ഒന്നും പറയുന്നില്ല, മെജോറിറ്റി ആൾക്കാർ ഇതിലൂടെ പോകാം. സോ അവർ സറൗണ്ടിങ്സ് ഈസ് ആക്ച്വലി ഇൻഫ്ലുവൻസിങ് അസ് ഈവൻ ദോ എബണ്ടൻ്റ് ആണെങ്കിൽ കൂടി അവിടെ മെൻ്റലി ഇമോഷണലി കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് വേറൊരു വിസ്ഡം കൂടിയാണ്. ഇതും കിട്ടിയിട്ട് എന്തല്ലേ ചെയ്യേണ്ടത്, ഇതൊരു അടിപൊളി സാധനമാണല്ലോ. പിന്നെ കോച്ചസിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ, ഇതൊന്നും എനിക്കുള്ളതല്ല, ഞാൻ ഒരു ചാനൽ മാത്രം ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഗൈഡ് തന്നിരിക്കുന്നു കൊടുക്കുന്നു എടുക്കുന്നില്ല. അത്രക്കും അൺകണ്ടീഷണലാണ്. അത്രമാത്രം ഇത്ര വാല്യുബിളായുള്ള ഇഷ്ടം എൻ്റെ ജീവിതത്തിലേക്ക് പോലും ഞാൻ എടുക്കാതെ എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ റേഞ്ച് എന്നറിയോ, ഇങ്ങനത്തെ മക്കളെ കിട്ടിയാൽ ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനത്തെ കുറേ കോച്ചസിനെ കിട്ടിയതിൽ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെ സപ്ലൈ മാത്രം ചെയ്തുകൊണ്ടായില്ല, മനസ്സിലായല്ലേ. അത് നമ്മളിൽ കൂടി ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോച്ചിങ് കരിയർ തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ഒരു ഇന്നലെ പറഞ്ഞ ലെവലിൽ ഈ മാനേജർ ആവാം, ലീഡർ ആവാം ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ. ഈ ഓരോ ലെവൽസും ശരിക്കും എനർജി ഫോമിൽ ഇവിടെ തന്നെ ഇല്ലേ, നിങ്ങളിലെ മാനേജർ അല്ലേ, നിങ്ങളിലെ ലീഡർ, നിങ്ങളിലെ ലെജൻഡ്, നിങ്ങളിലെ വിഷണറി, നിങ്ങളിലെ ലെഗസി ക്രിയേറ്റർ, നിങ്ങളിലെ മാസ്റ്റർ ഒക്കെ എനർജി ഫോമിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് ദ ഫാക്ട് ഈസ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ എനർജി ഫോമിലുള്ള മാനേജറെ ആ സറൗണ്ടിങ്സ് ആക്സസ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളതാണ്.
ആ സറൗണ്ടിങ്സിൽ നിങ്ങൾ മാനേജർ ആവുന്നതിനപ്പുറത്തേക്ക് മാനേജർ ആവാൻ പോകുമ്പോഴേക്ക് എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കുമ്പോഴേക്ക് ആ ബെഡ് കാണുമ്പോഴത്തേക്ക് ഞാൻ ജനിച്ച് വളർന്ന വീട്, ഞാൻ കിടന്നുറങ്ങി എണീറ്റ വീട്, ഞാൻ ചാടിക്കളിച്ച വീട്, ഞാൻ ഓടിക്കളിച്ച വീട്, ആ സറൗണ്ടിങ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അതായിരിക്കും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനതുകൊണ്ട് പറഞ്ഞത് അധികം ആൾക്കാരും രാജ്യം വിടുമ്പോൾ രക്ഷപ്പെടാനുള്ള കാരണം അങ്ങനൊരു സ്ക്രിപ്റ്റ് അവർക്കില്ല. ദുബായിലോ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ രക്ഷപ്പെടാനുള്ള കാരണം അത് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ ആലോചിക്കുക, ഓൺലി ഗ്രോത്ത്, 50 വർഷം അപ്പുറത്തേക്ക് ചിന്തിക്കാമെന്നാണ്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ആരെങ്കിലും പോയി പെട്ടാൽ രക്ഷപ്പെടാതിരിക്കാൻ പറ്റൂല. ഇനി അങ്ങനെ രക്ഷപ്പെടാതിരിക്കണമെങ്കിൽ അത്രമാത്രം നെഗറ്റീവ് ആയിരിക്കണം ഉള്ളിൽ. മനസ്സിലായില്ലേ? അതായത് വളരെ ഗ്രാൻഡായിട്ടുള്ള ഒരു സ്പേസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എന്തോ ഒരു പ്രശ്നം ഇങ്ങനെ വരുന്ന പോലെ എന്ന് അറിയുമ്പോൾ ഞാൻ പുറത്തിരുന്നോളാം, അതാണ് നല്ലത്. കാരണം എന്താ, വരുന്നവർ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയല്ല, യു എക്സിബിറ്റ് എനർജി അല്ലേ? നമ്മൾ എനർജി ഇങ്ങനെ എപ്പോഴും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനർജിയുടെ സീക്രട്ട് മനസ്സിലാക്കിയ ലൈഫിൻ്റെ എൻ്റെ സീക്രട്ട് മനസ്സിലാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇന്ന് പറഞ്ഞു പോയ ഈ 3-4 വിസ്ഡത്തിൽ കണ്ടംപ്ലേറ്റ് ചെയ്യണം നമ്മൾ. ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഐ ജസ്റ്റ് ഡു കണ്ടംപ്ലേറ്റ്. ഇങ്ങനെ വാലിഡേറ്റ് ചെയ്തോ, ഏതായാലും ഇപ്പോൾ ഇവിടെ ഇരിക്കാനാണ് നമുക്കുള്ള തീരുമാനം. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആ സമയത്താണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വിസ്ഡത്തിൻ്റെ വാലിഡേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വണ്ടർഫുൾ. അവിടെയാണ് ചിന്തിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിന്തിക്കൽ മാത്രം ആവരുത്, അതിനൊരു പ്രശ്നമുണ്ട്. ആക്ഷനോട് കൂടിയിട്ട് സോ വർക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിവിടെ ഉണ്ട്. സൈഫുവിൻ്റെ തരുളി മണിയായിട്ടുള്ള സഹധർമ്മിണി ഈ എനർജിയിലുണ്ട്. മനസ്സിലായില്ലേ? കിട്ടിയെന്നൊക്കെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഉമ്മയെ എങ്ങനെ സ്വാധീനിക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇറ്റ് ഈസ് ദെയർ ഇൻ ദ എനർജി. ഈ എനർജിയിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇറ്റ്സ് ദെയർ ഇൻ ദ എനർജി ഫോം. ഇപ്പോൾ നമ്മൾ പറയും, പൊതുവേ നമ്മൾ പറയാമല്ലേ, മെറ്റാഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ട് നമ്മൾ പറയല്ലേ, നമ്മൾ ഇന്നിവിടെ കാണുന്നതിന് മുന്നേ തന്നെ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏത് ഫോമിൽ? സോൾ ഫോമിൽ. അങ്ങനെ കണ്ടവരെ മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് കാണാമെന്ന് പറയാറില്ലേ? അതുകൊണ്ട് ചില ആൾക്കാർ കാണുമ്പോൾ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ, അത് ഇവിടെ നിന്നല്ല, മറ്റേ യൂണിവേഴ്സിൽ നിന്നായിരുന്നു, എവിടെയോ കണ്ട് ഭയങ്കര അടുപ്പം, എനിക്ക് ഭയങ്കര അടുപ്പം ഫീൽ ചെയ്യണ്. എല്ലാ അടുപ്പം അങ്ങനെ എടുക്കരുത്, ലവ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയില്ല, ഇനി അതെടുക്കണ്ട. പക്ഷേ ചില ആൾക്കാരെ കാണുമ്പോൾ അതൊരു രോഗമാണ്. അതായത് ചില കാറ്റഗറിയിലുള്ളവരെ കാണുമ്പോൾ മാത്രം എവിടെയോ കണ്ട് അത് മൈൻഡിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ഈ കല്യാണപ്രായം എത്തിയാൽ ആരായിരിക്കും സെറ്റ് ചെയ്താൽ മൈൻഡ് എല്ലാവരും അതാണോ എന്ന് തോന്നിക്കും. ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ട് 11 കാത്തിക്കണ പോലെയാണ്. 11 ആയപ്പോഴാണല്ലോ കണ്ടത് എന്ന്. അങ്ങനെയല്ല, അത് ഇൻറ്റ്യൂട്ടീവ്ലി നാച്ചുറലി വി ഫീൽ ലൈക്ക് സം പീപ്പിൾ മുന്നേ പരിചയമുള്ള ആരോ പോലെ. നമുക്കൊരു സ്ട്രെയിഞ്ചർ ഫീലിംഗ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതിന് പൊതുവെ പറയുന്നത് വി ഹാവ് ബീൻ മെറ്റ് ദം ഇൻ ദ സോൾ വേൾഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കണക്ഷൻസ് ഉള്ളവരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയാം, ദാറ്റ് മീൻസ് പീപ്പിൾ ഹാവ് ബീൻ മെറ്റ് ബിഫോർ ദേ കം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഫോം. ഈ ഫോമിൽ നമ്മൾ വരുന്നതിന് മുന്നേ എനർജി ഫോമിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സോ അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാത്തിനും ഒരു എനർജി ഫോം ഉണ്ട്. ആ എനർജി ഫോമിൽ എല്ലാം ഉണ്ടെന്ന് ആദ്യം നമ്മൾ അംഗീകരിക്കണം. നമുക്കില്ല എന്ന് പറയുമ്പം ഫിസിക്കൽ ഫോമിൽ മാത്രം ആയിട്ടില്ല, അങ്ങനെ ചിന്തിക്കേണ്ടത്. ഇല്ല എന്നല്ല, അത് ഫിസിക്കൽ ഫോമിൽ ആയിട്ടില്ല. അതിപ്പോൾ ഏത് ഫോമിലുണ്ട്? എനർജി ഫോമിലുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കൽ ഫോമിൽ ATM ഒന്നും എടുത്തിട്ടില്ല, ഇറ്റ് ഈസ് ദർ. അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റണം, അങ്ങനെ നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് എനിക്ക് ഇല്ലാത്ത അവസ്ഥ ആണെങ്കിൽ കൂടി ഞാൻ എൻ്റെ സറൗണ്ടിങ്സിന് ആവാഹിക്കുന്നത് എന്താ, എനിക്കുണ്ട്, എനിക്ക് വേണ്ടതൊക്കെ ഇവിടെയുണ്ട്. കാരണം എന്നെ ഈ ഭൂമിയിലേക്കാണ് പറഞ്ഞയച്ചത്. മനസ്സിലായി? എൻ്റെ കുടുംബക്കാർ, എൻ്റെ നാട്ടുകാർ, എൻ്റെ രാജ്യമാണ്, നീ ഇന്ത്യക്കാരനാണെന്ന് നിർബന്ധിച്ചത്. എന്നെ പറഞ്ഞയച്ചങ്ങോട്ടാ ഈ ഭൂമിയിലേക്കാണ് എന്ന ചിന്തയിലിരിക്കുമ്പോൾ നമ്മൾ ആ ഹയർ റിയാലിറ്റിയിൽ നിൽക്കുമ്പോൾ ഇവിടെയുള്ള വിഭവങ്ങളൊക്കെ ആസ്വദിക്കാനാണ് എന്നെ വിട്ടിട്ടുള്ളത് എന്നൊരു രൂപത്തിലാകുമ്പോൾ എനിക്കെല്ലാം ഉണ്ട്, എനർജി ഫോമിൽ എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ മൈൻഡിനെ ആ എനർജി ഫോമിലുള്ളതിന് എൻ്റെ ഫിസിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ മൈൻഡിനെ എന്ത് ചെയ്യാൻ നിരന്തരം പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക, അതിനെ നെഗേറ്റ് ചെയ്യാതിരിക്കുക. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞ ഇമോഷണൽ സറൗണ്ടിങ്സിൽ നിന്നുകൊണ്ട് അതിൽ സ്വാധീനിക്കപ്പെടാതെ അതിൻ്റെ മീതെയായിട്ട് എനർജി മുഴുവനും എബണ്ടൻ്റ് ആണ്, എനർജി മുഴുവൻ ക്രിയേറ്റീവാണ്. എനർജി എന്ന് പറഞ്ഞാൽ തന്നെ ക്രിയേഷൻ ഉള്ളതാണ്. എനർജിയുടെ റോളേ ക്രിയേഷനാണ്. ഇനിയിപ്പം എനർജിയുടെ റോളേ ക്രിയേഷനാണെന്ന് പറയുമ്പോൾ അപ്പോൾ എനർജി ഡിസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഒരു സംഭവം ഡിസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാലും അതൊന്നും വീണ്ടും ക്രിയേഷൻസ് വരും. അതാണ് ഇവിടുത്തെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ.
എനർജി കൊണ്ട് എന്തെങ്കിലും നശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ നശിപ്പിക്കുക എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് നശിക്കുന്നില്ല, വേറെ ഫോമിൽ എടുക്കുന്നുള്ളൂ, അത് വേറെ രീതിയിൽ വരും. ഇപ്പോൾ നിങ്ങളുടെ ഈ വിരൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ഇത് ഫിസിക്കൽ ഫോമാണ്, ഇത് മണ്ണിലേക്ക് ലയിക്കുന്നു, മണ്ണായി മാറുന്നു. അപ്പോൾ നിങ്ങളെ കൈ പോയി, പക്ഷേ കൈ പോയാലും കൈ എന്ന ഫോം പോയാലും മണ്ണിലേക്ക് ഇത് ലയിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് മണ്ണായി മാറിയല്ലോ. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ എങ്ങോട്ട് പോവാ, എൻ്റെ കൈ കാണാൻ പോവാ, കൈ കാണാൻ, എവിടെ, ഇത് എവിടെ ഉണ്ട്, എനിക്ക് ഭ്രാന്തായോ, അല്ല മണ്ണിൻ്റെ ഫോമിലുണ്ട്, ഇതെൻ്റെ കൈയാണ്, എൻ്റെ കൈയാണ് ഈ മണ്ണായി മാറിയത് എന്ന് പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് ചേഞ്ച്ഡ് ദ ഫോം. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണ് പോകണം, എൻ്റെ കൈ കാണാൻ പോകും, എന്നിട്ട് എവിടെ, ഇതാ ആ പൂവെന്ന്, ഈ പൂവോ അല്ല, ഈ മണ്ണിലാണ് ഈ വിത്തിട്ടിട്ട് ഈ ചെടി മുളച്ചെന്ന്, ഈ ചെടിക്ക് വളമായി മാറിയത് എൻ്റെ കൈ മണ്ണായിട്ട് അത് ഇതിലേക്ക് മിനറൽസ് ആയിട്ട് ഇതിലെത്തി, ഈ ചെടി മുഴുവനും എൻ്റെ കൈയാണ്. അപ്പോൾ കൈക്ക് ചെടിയാവാൻ പറ്റും, പിന്നെ ഗോട്ട് ഇറ്റ്. അങ്ങനെയാണ് എനർജി ഒരു ഫോമൊന്നും വേറൊരു ഫോമിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണം, എൻ്റെ കൈ കാണാൻ പോവാ, ആരുടെ അടുത്തേക്ക് പോകണേ, ആടിൻ്റെ അടുത്തേക്ക്, ആടിൻ്റെ അടുത്തേക്കോ, എൻ്റെ കൈ ആ ചെടിയിലായിരുന്നു, ആ പൂവ് ആ ആട് തിന്നു, ആ ആടിൻ്റെ അകത്താണ് കിടക്കണത്, ബാക്കി ഞാൻ പറയുന്നില്ല. ആട് മന്തിയല്ല, അത്രയല്ല, ഞാൻ പറഞ്ഞ കുറച്ചുകൂടി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏതായാലും ഇതുപോലെ ഒരു ഫോമും വേറൊരു ഫോമിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മറ്റാൾ ചോദിക്കില്ല, സ്നേഹത്തോടെ കുറച്ച് ഡാഷ് തന്നാൽ ചോദിക്കില്ല, അച്ചുവേട്ടനോട് ചോദിക്കില്ലേ, അതേമാതിരി അങ്ങനെ തിരഞ്ഞൊന്നും പോകരുത്. എനിവേ ഒരു ഫോമൊന്നും വേറെ ഫോമിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ. ദാറ്റ് ഈസ് ദ ഫിസിക്കൽ റിയാലിറ്റി. പക്ഷെ അതിലുള്ള എനർജി എന്തെന്നാണ്, സെയിം എന്നാന്നല്ല. സോ എനർജി ഈസ് നോട്ട് ഡിസ്ട്രക്റ്റീവ്. ഇവിടെ നശിക്കുന്നില്ല. നശിക്കാത്ത ഊർജം സെറ്റ് ചെയ്ത് നമ്മളെ ജീവിതം അനുഭവിക്കുന്നതിലൂടെ, ഈ ലോകം സംവിധാനിച്ചിലൂടെയാണ് ഒരിക്കലും നശിക്കാത്ത, തുടക്കവും ഒടുക്കവും ഇല്ലാത്ത, എവർ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ട്രൂത്ത് ആകുന്ന ദൈവം ഇവിടെ ഉണ്ടെന്ന് ദൈവം സ്ഥാപിക്കണേ. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലേ? അതിനെന്താ പ്രൂഫ് ചോദിച്ചാൽ നീ തന്നെയാ പ്രൂഫ്. അതെന്താ നീ പ്രൂഫാനുള്ള കാരണം? നീ നശിക്കുന്നില്ല, ഞാൻ മരിച്ചു പോകണില്ല, എന്നിട്ട് മണ്ണായി, എന്നിട്ട് അത് വളമായി, എന്നിട്ട് ഇതായി. അപ്പോൾ നീ അതൊക്കെ ആയില്ലേ? അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നമ്മളെ ശരീരമായത് എന്തൊക്കെ ആയിരിക്കാം? അല്ല പിടുത്തോണ്ടോ? നമ്മളെ ശരീരമായി മാറിയത് എന്തൊക്കെ മാറിയിട്ടാണ് നമ്മുടെ ശരീരമായി മാറിയത്? ഉമ്മ കഴിച്ച ഭക്ഷണം, ഉപ്പ കഴിച്ച ഭക്ഷണം എല്ലാം ഇല്ല അതിൽ, എല്ലാം ചേർന്നതാണ്. അവരെ മുന്നേ ഉള്ള ആൾക്കാർ കഴിച്ചത്. ഇനി അതിൻ്റെ ഉള്ളിൽ DNA പോയി നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആദം നബി മുതലുള്ള ഫുൾ സാധനം DNA-ക്കുള്ളിലുണ്ട്, ഫുള്ള് കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാം ഉണ്ട്. ഈ യൂണിവേഴ്സിലെ ഫുൾ സാധനം കൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ഇവിടുന്ന് എടുക്കാം? ഇപ്പം നമുക്ക് ആ തിയറി അറിയാത്തതുകൊണ്ട്, ആ സിസ്റ്റം അറിയാത്തതുകൊണ്ട് എന്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് എടുത്തുകൊണ്ടിരിക്കുക. വി ആർ എവറിത്തിങ്, നമ്മുടെ ഉള്ളിൽ തന്നെ അതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും കണക്ഷൻ പോയാ വന്നോ? ഇല്ലെന്നാ അത് ഇടയ്ക്ക് പറയല്ലേ ചീട്ടില്ലേ, നമ്മൾ മനസ്സിൽ വെച്ച കാര്യം ഗൈഡ് പറയുന്നു. അപ്പോൾ സാധിക്ക് എഴുതിയപ്പം മറ്റൊക്കെ തോന്നിയിട്ടുണ്ടാവും. റെഡി. ഓക്കെ, ചെറുതായിട്ടൊന്ന് കണക്ഷൻ പോയി, റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ പറയുന്നത്, അപ്പം നമ്മളിലെല്ലാം ഉണ്ട്. നമ്മൾ എന്ന് പറയാൻ തന്നെ നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല, നമ്മൾ കാണാത്തതും നമ്മൾ അറിയാത്തതും നമ്മൾക്ക് മുന്നേ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശരീരം ഉണ്ടായി വന്നതിൽ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ തൊട്ട് മുന്നേയുള്ള തലമുറയാകുന്ന രക്ഷിതാക്കളുടെ സംഭവങ്ങൾ മാത്രം ഒരിക്കലല്ല, എത്രയോ പഴക്കമുള്ള ബോഡി. അത് കാണുമ്പോൾ അങ്ങനെ ഫ്രഷ് ആയി തോന്നും, പക്ഷേ ഇതിലുണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് അത്രയും പഴക്കമുള്ള. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ റീസൈക്കിൾ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ കപ്പ് ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ടേ. അപ്പോൾ ഈ കപ്പ് എന്ത് ചെയ്യുന്നു, റീസൈക്കിൾ ചെയ്യും, പൊട്ടി, ഇത് പൊടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, ഈ കപ്പിന് പകരം ഇത് വേറെന്തോ ഫോമാക്കി മാറ്റി, ചെറിയ 2 കപ്പാക്കി മാറ്റി, പൊടിച്ചിട്ട് വീണ്ടും ഉണ്ടാക്കാമല്ലോ. ഇതിങ്ങനെ 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം ആയി വരുമ്പോഴത്തേക്ക് ഷോപ്പിൽ എങ്ങനെ വെക്കുക, ഫ്രഷ് കപ്പ് എന്നാ ഷോപ്പേരെന്താ പറയുക, ഫ്രഷ് കപ്പാന്നാ. പക്ഷെ ഇത് എത്ര തവണ റീസൈക്കിൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പഴയ സാധനമാണ്. അപ്പോൾ നമ്മളെന്താ പറയുക, 30 കൊല്ലം മുന്നേ ഗൈഡ് വെള്ളം കുടിച്ച കപ്പാണത്, അത് പൊടിച്ചിട്ട് 4 തവണ 30 തവണ മിക്സ് ചെയ്ത് വീണ്ടും റീസൈക്കിൾ ചെയ്താൽ, ദാറ്റ് മീൻസ് ഇവിടെയുള്ള എന്തിനെ ഇന്ന് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ അറിയാം. എത്ര കാലം കഴിഞ്ഞാലും അതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പുതിയ ഫോമിൽ. പുതിയതൊന്നല്ലോ,
വെരി ഗുഡ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഒന്നും ഇവിടെ നശിക്കുന്നില്ല, ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറുന്നുള്ളൂ. ഏത് ഫോമിൽ വേണം എന്ന് തീരുമാനിക്കുന്നത് മൈൻഡ്. അതാണ് മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. പക്ഷെ അതിനെ ശരിക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ യു ക്യാൻ കണക്ട് വിത്ത് ദ എനർജി ആൻഡ് ഗിവ് സജഷൻ ടു ദാറ്റ് എനർജി ആൻഡ് ഡയറക്റ്റ് ദാറ്റ് എനർജി ടു ദ ഫിസിക്കൽ റിയാലിറ്റി ദാറ്റ് യു ആർ സപ്പോസ് ടു ക്രിയേറ്റ്. അതിനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ഇതിൽ ചിന്തിക്കുക. മാനേജറെ എനർജിയിൽ നിന്നും എങ്ങോട്ട് കൊണ്ടുവരിക, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക. മനസ്സിലൂടെ കടത്തിയിട്ടിട്ട് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ മുകളിൽ ലീഡറിനെ എനർജിയിൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. വിഷണറിയെ എനർജിയിൽ നിന്നും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ കൊണ്ടുവരുന്ന പ്രക്രിയ മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ്നെസ് ഉണ്ടാക്കും. കാണാത്തൊരു ദൈവത്തെ പറ്റി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇതിപ്പോൾ അവിടെ എത്തുണ്ടാക്കി, എവിടെ എത്തുന്നത്, ഇത് പോണുണ്ടോ ഒന്നും അറിയില്ല. അതേ സമയത്ത് എല്ലാറ്റിലും നമുക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ കാണാൻ പറ്റും. എനർജി ഒരു ട്രൂത്താണ്. അപ്പോൾ എനർജി ഇങ്ങനെ സംഭവിക്കും. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺവിക്ഷനോട് കൂടി പ്രേ ചെയ്യാൻ പറ്റും. ബിക്കോസ് വി നോ ഹൗ തിങ്സ് വർക്ക് എന്നുള്ളത്. ഈ പ്രാർത്ഥന എന്നത് യുക്തിയില്ലാത്തൊരു പ്രതിഭാസമല്ല. ഇപ്പോൾ നമ്മൾ പ്രവാചകരുടെ ശൈലി പോലും യുക്തിരഹിതമായിട്ടുള്ള ഒന്നുമില്ല. ഒരു കാര്യത്തെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ കാര്യമായിട്ട് പറയുമ്പോൾ പോലും അത് യുക്തി കൊണ്ട് സ്ഥിരപ്പെടുത്താൻ പറ്റുമാറാണ് അതിനെന്ത് ചെയ്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. അതൊന്നുകിൽ പ്രാക്ടിക്കലെങ്കിലും ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും ഇറ്റ് വർക്ക്സ് എന്നുള്ളത്. അപ്പം യുക്തി ഇല്ലാത്തൊരു തലമല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിൽ മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് യുക്തി ഉണ്ടല്ലോ, മനസ്സിലായോ? ഞാനിപ്പോൾ സയൻസും തിയറിയൊക്കെ വെച്ചിട്ട് എനർജി തിയറി വെച്ചല്ലേ പറഞ്ഞത്, ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഭവം മൈൻഡിൻ്റെ റോളും പ്രാർത്ഥനയുടെ റോളും അത് യുക്തിക്ക് മാച്ച് ചെയ്യുന്നതായില്ലേ. ദാറ്റ് മീൻസ് റൈറ്റ് ബ്രെയിനിലുള്ള ഫെയ്ത്തിനെ ലെഫ്റ്റ് ബ്രെയിനിലുള്ള യുക്തി കൊണ്ട് സയൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കമ്പൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ദാറ്റ് ഈസ് ദ സീക്രട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സമയമായിട്ടുണ്ട്. കോച്ചസ് പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം 8:45 9:15 എത്താൻ പറ്റുമോ? ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിക്കാനല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ? ഓക്കെ, എന്നാൽ പോയിട്ട് ടേബിൾ മാനേജേഴ്സ് ടേക്ക് യുവർ ചാർജ്. ഓക്കെ, അപ്പോൾ 9:15 എല്ലാവരും ഹോളിലെത്താം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പം GT പാർട്ടിസിപ്പൻസ് ആസ് യൂഷ്വൽ നിങ്ങൾ പോയിക്കോ, സമയമില്ല കഴിഞ്ഞ് ഇനിയൊന്നും പറയുന്നില്ല സൈഫോ. അപ്പോൾ GT പാർട്ടിസിപ്പൻസ് നിങ്ങളുടെ ആസ് യൂഷ്വൽ നിങ്ങളുടെ ടേക്ക് അവേസ് ഒക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.